ശ്രുതീനാം സൂത്രാണാം സ്മൃതിനിഖിലവേദാനുവചസാം പരം ഹാർദം യുക്തം ഖിലചിദചിദ്ഭിന്നമപി ച അഭിന്നം സ്വഭാവ്യാഗ്നി ച പരമം ബ്രഹ്മഗമിദം സമാധിഷ്ടം യൈസ്താൻ അഭിസതതമീഡേ ഗുരുവരാൻ ഭാഗ്യോദയേന ബഹുജന്മ സമാർജിതേന സത്സംഗമേവ ലഭതേ പുരുഷോ യദാ വൈ അജ്ഞാനഹേതുകൃതമോഹമഹാന്ധകാര നാശം വിധായ ഹി തതോദയതേ വിവേകഃ. ഹരി ഓം ഹരി. എല്ലാവരും കൂടി മുക്തകണ്ഠം 3 തവണ ഓങ്കാരം എൻ്റെ കൂടെ ജപിക്കുക. ലോകം മുഴുവനും വ്യാപിക്കണം ഈ സംയുക്ത ധ്വനിയുടെ പ്രസരണം. മംഗളകരമായ ഒരു ഫലം രചിച്ചുകൊണ്ട് കൈ കോർത്ത് മടിയിൽ വെച്ച് വിഷമിക്കാതെ നിവർന്നിരുന്ന് കണ്ണടച്ച് മനസ്സും വായും തുറന്ന് ജപിക്കുക എല്ലാവരും. ഹരി ഹരി ഹരി. ഓ നിങ്ങളുടെ ശബ്ദം ഉയർന്നത് പോരല്ലോ. എല്ലാവരും ജപിക്കൂ വായ തുറന്ന്. ഓ ആദ്യത്തെ ശ്ലോകം വിട്ട് രണ്ടാമത്തെ ശ്ലോകം മുതൽക്ക് ചൊല്ലാം നമുക്ക്. മുക്തിരിച്ഛസി ചേത്താദാ വിഷയാൻ വിഷവത്യജാ ക്ഷമാർജവദയാതോഷ സത്യം പീയൂഷവദ്ഭജാ ന പൃഥ്വീ ന ജലം നാഗ്നിഃ ന വായുർദ്യൗർനവാ ഭവാൻ യേഷാം സാക്ഷിണമാത്മാനം ചിദ്രൂപം വിദ്ധി മുക്തയേ യദി ദേഹം പൃഥക്കൃത്യ. എല്ലാവരും ഉത്സാഹത്തോടു കൂടി ചൊല്ലൂപ്പാ. ഒരു വലിയ അവസരമല്ലേത്. യദി ദേഹം പൃഥക്കൃത്യ ചിതി വിശ്രാമ്യ തിഷ്ഠസി അധുനൈവ സുഖീ ശാന്തോ ബന്ധമുക്തോ ഭവിഷ്യസി ന ത്വം വിപ്രാദികോ വർണ്ണോ നാശ്രമീനാക്ഷഗോചരഃ അസംഗോസി നിരാകാരോ
അസംഗോസി നിരാകാരോ असङ्गोऽसि निराकारो വിശ്വസാക്ഷി സുഖീ ഭവ विश्वसाक्षी सुखी भव ധർമാധർമ്മൗ സുഖം ദുഃഖം धर्माधर्मौ सुखं दुःखं മാനസാനി ന തേ വിഭോ मानसानि न ते विभो ന കർത്താസി ന ഭോക്താസി न कर्तासि न भोक्तासि മുക്ത ഏവാസി സർവദാ. मुक्त एवासि सर्वदा ഒരു ശ്ലോകം ഇന്നലെ എനിക്ക് നമ്പർ തെറ്റിപ്പോയി, ആരും പറഞ്ഞില്ലല്ലോ. ഏകോ ദ്രഷ്ടാസി സർവസ്യ एको द्रष्टासि सर्वस्य മുക്തപ്രായോസി സർവദാ. मुक्तप्रायोऽसि सर्वदा അയമേവ ഹി തേ ബന്ധോ अयमेव हि ते बन्धो ദ്രഷ്ടാരം പശ്യസീതരം द्रष्टारं पश्यसीतरम् ദ്രഷ്ടാരം പശ്യസീതരം. द्रष्टारं पश्यसीतरम् എങ്ങനെയാ സ്വാമിജിക്ക് പറയാനുള്ളതും പറയാൻ തോന്നുന്നതും വളരെ സ്വച്ഛമായി സ്വതന്ത്രമായി പറയാമോ? നിങ്ങളെല്ലാവരും വേണ്ടതുപോലെ കേട്ടു ഉൾക്കൊള്ളുമോ? ശരി. വടക്കുനാഥൻ്റെ തിരുമുറ്റത്താണ് നാം കഴിഞ്ഞ 19 കൊല്ലം 20ാമത്തെ കൊല്ലമായി ഈ കൊല്ലവും ഈ വിശേഷപ്പെട്ട തത്വസമീക്ഷ ഒരു വലിയ മഹാസംരംഭമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമെല്ലാം നാം ചർച്ച ചെയ്തത് ഭഗവത്ഗീതയായിരുന്നു. അതും പൂർണ്ണമായും അധ്യാത്മമാണ്. ആദ്യമേ തന്നെ കൃഷ്ണൻ അർജുനെ പറഞ്ഞു ധരിപ്പിച്ചത് നമ്മൾ ആരും ഒരു കാലത്തും ഇല്ലാതെ ഇരുന്നിട്ടില്ല, ഇല്ലാതെ ഇരിക്കയുമില്ല, ഇപ്പോൾ ഉള്ളതുപോലെ എപ്പോഴുമുണ്ട് എന്ന നിത്യനിരന്തര സാന്നിധ്യമാണ് മനുഷ്യൻ്റെ വ്യക്തിത്വം എന്ന അടിസ്ഥാന തത്വം, അന്തിമ തത്വമാണ് ആദ്യമേ അവതരിപ്പിച്ചത്. ഭഗവത്ഗീത മുഴുവനും ആത്മതത്വ പ്രതിപാദനം മാത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ അധ്യായവും പരിസമാപിക്കുന്നത്. ബ്രഹ്മവിദ്യ എന്ന് പറയുന്നതാണ് നമ്മുടെ വേദോപനിഷത്തുകളിൽ ആദ്യന്തം പ്രതിപാദിക്കുന്നത്. അതിൻ്റെ കുറച്ചും കൂടിയും സൂക്ഷ്മമായി ആത്മാവിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രതിപാദനമാണ് ഈ അഷ്ടാവക്ര സംഹിത. ഭഗവത്ഗീത സംഘർഷപൂരിതമായ അന്തരീക്ഷത്തിൽ വെച്ച് മണിക്കൂറുകൾക്കകം ശരവിസർജനം തുടങ്ങാനുള്ള യുദ്ധത്തിന് മുന്നോടിയായിട്ടാണ് പറഞ്ഞത്. ഇവിടെ ജനക മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ വിദ്വത് സദസ്സിൻ്റെ മുൻപാകെ ഇരുന്നു കൊണ്ടിരുന്നതാണ് ഘട്ടം. ജനക മഹാരാജാവിന് പ്രായവുമായി കാണും. അഷ്ടാവക്ര സംഹിത അഷ്ടാവക്ര മഹർഷി പറഞ്ഞു കൊടുക്കുന്നതാണ്. ഈ അന്തരം നിങ്ങൾ മനസ്സിൽ വയ്ക്കണം. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയമുണ്ടാവാം, അല്ലെങ്കിൽ ഉണ്ടാകേണ്ടതാണ്. സ്വാമിജി ഇത്ര ഗഹനമായോ ഗംഭീരമായോ പ്രചണ്ഡമായോ ഈ അധ്യാത്മതത്വം ഇങ്ങനെ പ്രതിപാദിക്കുന്നുണ്ടല്ലോ. ഈ അധ്യാത്മതത്വത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ നമ്മുടെ ക്ഷേത്രങ്ങളും ക്ഷേത്രസങ്കല്പങ്ങളും ഉപാസനകളുമെല്ലാം ഒരു പക്ഷേ ദുർബലമായി പോകുമോ എന്നൊന്നും സംശയം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് അസ്ഥാനത്തിലാണ്. ഞാൻ ആദ്യമേ പറയുന്നതായി നമ്മുടെ രാജ്യത്തുള്ള ഉത്തുംഗമായ സംസ്കാരം നിലനിർത്തി പോന്നിട്ടുള്ളത് 2 കേന്ദ്രങ്ങളാണ്. ഒന്ന്, ആയിരങ്ങളും ലക്ഷങ്ങളും കോടികളും വരുന്നതായ ദേവസന്നിധികൾ, ക്ഷേത്രങ്ങൾ, തീർത്ഥാടന കേന്ദ്രങ്ങൾ. രണ്ടാമത് 10ഉം 20ഉം 100ഉം 500ഉം 1000ഉം ജനങ്ങൾ വന്നു കൂടുന്ന ആശ്രമങ്ങൾ, അധ്യാത്മ സങ്കേതങ്ങൾ. ഇവ രണ്ടും പരസ്പര പൂരകങ്ങളായിട്ടാണ് നിലനിൽക്കുന്നത്. ബഹുജനങ്ങൾക്ക് എന്നും ഈ രാജ്യത്തിലെ ആവശ്യം ദേവസന്നിധികളാണ്. അവർ എപ്പോഴും മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഈ ഭഗവാനെയോ ഭഗവത് തത്വത്തെയോ സമീപിക്കുന്നവരാവില്ല. ആപത്തിൽ ഭഗവാനോട് മുറവിളി കൂട്ടാൻ അവർക്കറിയാം. ഒരു ഇൻഷുറൻസ് എന്നുള്ള നിലയ്ക്ക് ഈശ്വര വിശ്വാസവും ഈശ്വര സ്മരണയും പുലർത്തും.
തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കും, വഴിപാടെല്ലാം കഴിക്കും. അങ്ങനെയുള്ളവരാണ് സാധാരണ മനുഷ്യർ. അത് വളരെ ശരിയാണ്. കൃഷ്ണൻ പറയുന്നത് പോലെ ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീച ഭരതഋഷഭ ചതുർവിധ ഭജന്തേ മാം. 4 തരത്തിലാണ് എന്നെ ഭജിക്കുന്നവർ. ആർത്തന്മാർ, പല വിധത്തിലുള്ള ദുഃഖങ്ങളോ വിഷമങ്ങളോ കഷ്ടപ്പാടോ വന്ന് ആ സമയത്ത് എന്നെ ഭജിക്കണു, എന്നെ കഷ്ടപ്പാട് തീർത്തു തരണേ എൻ്റെ പൊന്നീശ്വര എന്ന് പറഞ്ഞ്. പിന്നെ എന്താണ് ഇതൊക്കെ എന്നൊന്ന് മനസ്സിലാക്കണം. ഈശ്വരനുണ്ടോ? രാമകൃഷ്ണ പരമഹംസൻ ജന്മനാ തന്നെ ഒരു പൂജാരി വംശത്തിൽപ്പെട്ടവനായിരുന്നു. കാളി എന്ന് പറയുന്ന ആ ദേവതയാണ് അദ്ദേഹം പൂജിച്ചുകൊണ്ടിരുന്നത്. കുറേ ദിവസം പൂജിച്ചു കഴിഞ്ഞപ്പോൾ തോന്നി, ഇത് വാസ്തവത്തിൽ ഒരു കരിങ്കല്ല് മാത്രമാണോ? ഇതിൻ്റെ മുന്നിൽ കാളി എന്ന് പറയുന്ന ആ മഹത്തായ വൈഭവം, ശക്തി, പ്രസരണമുണ്ടോ എന്ന് സംശയം തോന്നി. ബിംബം മറുപടി പറയില്ല. തൻ്റെ മനസ്സിന് പെട്ടെന്ന് മറുപടിയും കിട്ടിയില്ല. ആ സമയത്ത് നിരാശനായി എന്ത് ചെയ്തു? ഉണ്ടോ എന്തെങ്കിലും തത്വം എന്നാണ് ആവശ്യം. ആ ജിജ്ഞാസയ്ക്ക് ഒരു അറുതി വരാതെ വളരെ കഷ്ടപ്പെട്ട് ആ നൈരാശ്യത്തിലും വിഷണ്ണതയിലും എല്ലാം കൂടി ഒരു ആത്മാവിനോട് തന്നെ ഒരു നീരസം തോന്നി, സ്വയം നീരസം തോന്നി. അടുത്ത് കിടന്ന വാളെടുത്ത് കഴുത്ത് വെട്ടാനാ പുറപ്പെട്ടപ്പോഴാണ് വാളും കയ്യുമെല്ലാം വാൾ താഴ്ത്തു വീണു. ശരീരമാസകലെ ഒരു പ്രകമ്പനമുണ്ടായി. ആ പ്രകമ്പനത്തിൽ ഒരു അനുഭവ രൂപത്തിലാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, ഈ കല്ല് മാത്രമല്ല, ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും ഉള്ളിൽ ഇവയ്ക്ക് അതീതമായിരിക്കുന്ന അതിമഹത്തായ ഒരു പ്രസരണമുണ്ട്, ഒരു സാന്നിധ്യമുണ്ട്, ഒരു പ്രസന്നതയുണ്ട് എന്ന് നല്ല പോലെ ആ അനുഭവ രൂപത്തിൽ അദ്ദേഹത്തിന് മനസ്സിലായി. അത് ജിജ്ഞാസയുടെ ഒരു മറുപടിയായിരുന്നു. അത് ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി. നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടാവാം, അത് എന്തോ ആകട്ടെ. കച്ചവടക്കാരന് കച്ചവടം നടക്കണം, കൃഷിക്കാരന് കൃഷിയിൽ നല്ല വിള വേണം, പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കണം, കഴിച്ചവർക്ക് മക്കളുണ്ടാവണം, സ്കൂളിൽ പാസ്സാവണം, പലതരത്തിലും അതിനൊക്കെ നാളികേരുടക്കി അങ്ങനെയൊക്കെ സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട്. ഇതിലും തർക്കമൊന്നുമില്ല. എന്തെങ്കിലും ഉദ്ദേശം നിറവേറ്റാൻ വേണ്ടി ഭഗവാനെ ഭജിച്ചൂടെ ചോദിച്ചാൽ ഭജിക്കാം. അദ്ദേഹം സർവഗ്രാഹിയാണ്, ആർക്ക് വേണമെങ്കിൽ ഭജിക്കാം. അങ്ങനെ 4 വിധത്തിലുള്ള ഭക്തന്മാരിൽ 4ാമത്തവനാണ് ജ്ഞാനീച ഭരതഋഷഭ. ഭഗവാൻ എന്താണെന്ന് മനസ്സിലാക്കി, ഭഗവത് തത്വമല്ലാതെ പിന്നെയൊന്നുമില്ല, ആ ഭഗവാൻ വാസ്തവത്തിൽ ആത്മാ എന്ന് പറയുന്ന ഉൾതത്വത്തിൻ്റെ ഉൾസാന്നിധ്യത്തിൻ്റെ പര്യായമാണ് എന്നൊക്കെ മനസ്സിലാക്കി എന്നെ ഭജിക്കുന്നവരുണ്ട്. ആ ജ്ഞാനി വാസ്തവത്തിൽ ഞാൻ തന്നെ, ഞാനാണ് ജ്ഞാനി, ജ്ഞാനിയാണ് ഞാൻ. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമാണ് ഈശ്വരൻ, ഈശ്വരനും അതുപോലെ ജ്ഞാനിയെ ഇഷ്ടമാണ് എന്നിങ്ങനെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അതിൽപ്പെട്ടതാണ് നമ്മുടെ ക്ഷേത്രവും ക്ഷേത്രസങ്കല്പവും എല്ലാം. വാസ്തവത്തിൽ ഈ ക്ഷേത്രസങ്കല്പത്തിനും ആരാധനയ്ക്കുമെല്ലാം അധിഷ്ഠാനം എന്താണ് എന്ന് ചോദിച്ചാൽ ആത്മതത്വമാണ് അതിനധിഷ്ഠാനം. ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് ഒരു പ്രത്യേക രൂപത്തിൽ സങ്കല്പിച്ചെടുക്കുന്നതാണ്. പ്രചണ്ഡമായ അതിവിസ്തൃതമായ ലോകം കണ്ടു, അനവധി വൈവിധ്യമുണ്ടവിടെ, എല്ലാം കൊണ്ടും അനന്തമാണ്, ഗംഭീരമാണ്, മഹത്താണ്. ഇത് രചിക്കാനോ നിലനിർത്താനോ സാധാരണ മനുഷ്യന് സാധിക്കില്ല എന്ന് പറഞ്ഞ് അമാനുഷമായ എന്തെങ്കിലും ഒരു വൈഭവം ഉണ്ടാവണം എന്ന് തോന്നി. ആ വൈഭവത്തിന് നമ്മളായി എല്ലാറ്റിനെയും കൺട്രോൾ ചെയ്യുന്ന ആള്, അധീശനായിരിക്കുന്ന ആള് എന്നുള്ള അർത്ഥത്തിൽ ഈശ്വരനോ ഈശ്വരിയോ ഉണ്ടാവണം എന്ന് നമ്മുടെ മനസ്സിൽ തോന്നിയാണ് ഭഗവാൻ, ഭഗവതി, ഈശ്വരൻ, ഈശ്വരി എന്നുള്ള സങ്കല്പം ഉണ്ടായത്. അപ്പം നമ്മുടെ ക്ഷേത്രത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കണം, ഈ ക്ഷേത്രത്തിലുള്ള വിഗ്രഹങ്ങളെല്ലാം ജഗദീശ്വരനെയോ ജഗദീശ്വരിയോ പ്രതിനിധാനം ചെയ്യുന്ന പ്രതീകങ്ങളാണ്. ആ സങ്കല്പം ഉദിച്ചത് ക്ഷേത്രത്തിലല്ല, അത് മനുഷ്യൻ്റെ ഉള്ളിലാണ്. ആ സങ്കല്പത്തിന് അനുഗുണമായി ഒരു പ്രതിഷ്ഠ വേണം എന്ന് തോന്നി. ആ പ്രതിഷ്ഠയ്ക്കുള്ള ശാസ്ത്രമുണ്ടാക്കി. എത്ര യവം വേണം വിഗ്രഹം എന്ന് നിശ്ചയിക്കുന്നത് മനുഷ്യ മനസ്സും പ്രതിഷ്ഠാശാസ്ത്രങ്ങളുമാണ്. ക്ഷേത്രം എന്ന് പറയുന്നത് തച്ചുശാസ്ത്ര വിധിപ്രകാരം നമ്മൾ ഉണ്ടാക്കി തീർക്കുന്നതാണ്. വാസ്തുശാസ്ത്രം എന്നും പറയും അതിന്. ഇതൊക്കെ മനുഷ്യൻ്റെ മനസ്സിലും ബുദ്ധിയിലും ഉരുത്തിരിഞ്ഞതാണ്. ഒരു ശില്പി ഒരു വിഗ്രഹം ഉണ്ടാക്കുന്നു. ആ വിഗ്രഹം മിക്കവാറും കല്ലായിരിക്കാം. അദ്ദേഹത്തിന് പണിക്കൂലി കൊടുത്ത ആ ശില്പം ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് ശേഷം ആ കല്ല് എപ്പോഴാണ് ദൈവമാവണത് എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. നമുക്ക് വളരെ വിശിഷ്ടമായ ഒരു തന്ത്രശാസ്ത്രമുണ്ട്, പ്രതിഷ്ഠാശാസ്ത്രമുണ്ട്, വിഗ്രഹശാസ്ത്രമുണ്ട്, ആരാധനാശാസ്ത്രമുണ്ട്.
മന്ത്രങ്ങളും തന്ത്രങ്ങളുമായി പല വിധത്തിലുള്ള കർമ്മങ്ങൾ ചെയ്ത് ആ കർമ്മങ്ങളിലൂടെയാണ് ഈ ശില്പിയുടെ വിഗ്രഹത്തിന് പ്രാണൻ പ്രദാനം ചെയ്ത് പല വിധത്തിലുള്ള തത്വങ്ങളും ശക്തികളും അംഗങ്ങളും ഉപാംഗങ്ങളും എല്ലാം കൊടുത്ത് അതിന് ചൈതന്യമുണ്ടാക്കി കൊടുത്ത് ഈശ്വരൻ അനുഗ്രഹിക്കാനുള്ള ശക്തി മുഴുവൻ പ്രദാനം ചെയ്യുന്നത് ഈ തന്ത്രിമാർ മന്ത്രതന്ത്രങ്ങളിലൂടെയാണ്. മന്ത്രം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സിൽ ഉദിക്കുന്നതും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിർവഹിക്കാനുള്ള മാനസ പ്രയത്നം, മെൻ്റൽ ഫോർമുല അത് ഉണ്ടാക്കി അതിനെ പിന്തുടരുകയാണ്. മനസ്സുകൊണ്ട് വേണം മന്ത്രങ്ങൾ ജപിക്കാൻ. ഓരോ തവണ ജപിക്കുമ്പോഴും മനസ്സാണ് ആ മന്ത്രത്തിൽ പ്രയോഗിക്കപ്പെടുന്നത്. ഇപ്പോൾ കൈ കൊണ്ട് ഞാനൊരു കല്ലിന് ഒരു ഉന്തി, രണ്ടാമതുന്തി, മൂന്നാമതുന്തി, അങ്ങനെ ഓരോ ഉന്ത് കൊടുക്കുമ്പോഴും ആ സാധനം മുന്നോട്ട് നീങ്ങുന്നത് മാതിരി മനസ്സുകൊണ്ട് മന്ത്രം ഓരോ തവണ ജപിക്കുമ്പോഴും ആ ജപം എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെൻ്റൽ എക്സർഷൻ, ആൻ എക്സസൈസ് ഓഫ് ദ മൈൻഡ്, നോട്ട് എക്സസൈസ് ഓഫ് ദ ബോഡി. മനസ്സിൻ്റെ എക്സർഷൻ എപ്പോഴും ശരീരത്തിൻ്റെ എക്സർഷനേക്കാൾ കൂടുതൽ ശക്തിയാണ്. 4 തരത്തിലുള്ള പ്രവൃത്തികളാണ് മനുഷ്യനുള്ളത്. ഒന്ന് ശാരീരികം, ശരീരം കൊണ്ട് ചെയ്യുന്നത്, ഫിസിക്കലാണത്. രണ്ടാമത് വായ കൊണ്ട് ചെയ്യുന്നതാണ് ശബ്ദം. ഒരു പ്രപഞ്ചം തന്നെ നമുക്ക് ശബ്ദം കൊണ്ട് ഉണ്ടാക്കാം. ആ വാക്കുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിക്ക് ശരീരം കൊണ്ട് ചെയ്യുന്നതിനേക്കാൾ ശക്തി കൂടുതലാണ്. ശാരീര പ്രവൃത്തിക്ക് ഒരു ശക്തിയാണെങ്കിൽ, ഒരു ഫലമാണെങ്കിൽ വാചിക പ്രവൃത്തിക്ക് 100 ഫലമാണ്. മനസ്സുകൊണ്ട് ചെയ്യുന്നതിന് 1000 ഫലം. ബുദ്ധി കൊണ്ട് ആലോചിച്ച് തത്വവിചാരം ചെയ്ത് ജനകനെ കൊണ്ട് വിചാരം ചെയ്യിക്കുന്നത് മാതിരി ആ വിചാരം ജനകനിൽ പ്രതിഷ്ഠിക്കാൻ വേണ്ടി അഷ്ടാവക്ര മഹർഷി പറഞ്ഞു ഉപദേശിക്കുന്നതൊക്കെ ബൗദ്ധ പ്രവർത്തനമാണ്. അതിന് 1,00,000 ഫലം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ തന്ത്രിമാരെന്ത് ചെയ്യുന്നു? മനുഷ്യന് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള മന്ത്രങ്ങളും അതിന് കൂട്ടിച്ചേർത്ത തന്ത്രങ്ങളും അംഗോപാംഗ ചലനങ്ങളുമെല്ലാമായി ആ ബിംബത്തിന് ചൈതന്യം അവർ പ്രദാനം ചെയ്യുന്നു. ഈ ചൈതന്യം പ്രദാനം ചെയ്യുമ്പോൾ എവിടുന്നാ കൊടുക്കുക? കാറ്റുന്നോ, മണ്ണുന്നോ, വെള്ളത്തുന്നോ, എന്തെന്നാ കൊടുക്കുക? പഞ്ചഭൂതങ്ങളും ജഡമാണ്, നിശ്ചേതനമാണ് എല്ലാം തന്നെ. അപ്പോൾ ഈ ബിംബത്തിന് ചൈതന്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് പഞ്ചഭൂതങ്ങളിൽ നിന്ന് കിട്ടാൻ പോണില്ല. പ്രപഞ്ചം മുഴുവനും പാഞ്ചഭൗതികമാണ്, ശരീരവും പാഞ്ചഭൗതികമാണ്. അതിൽ വാസ്തവത്തിൽ ജീവസത്ത ഇല്ല. അതുണ്ടെങ്കിൽ തന്നെ അത് മനസ്സിലും ബുദ്ധിയിലും അഹങ്കാരത്തിലുമാണ് ഉള്ളത്. അപ്പോൾ ഈ മന്ത്രതന്ത്രങ്ങൾ ഉപയോഗിച്ച് തൻ്റെ ഉള്ളിൽ തന്നെയുള്ള ആത്മചൈതന്യം, ആ സത്താവിശേഷമുണ്ടല്ലോ, അതിൽ നിന്ന് കുറേശ്ശെയായി മന്ത്രതന്ത്രങ്ങളിലൂടെയാണ് ഈ വിഗ്രഹത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. എന്നിട്ട് പറയുന്നു, ഇതാ കല്ല് ദൈവമായി, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, വരൂ വഴിപാട് കഴിക്കാം, നിങ്ങളുടെ പ്രാർത്ഥന ഉൾക്കൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് വ്യക്തമായി പറഞ്ഞാൽ ആ കല്ല് ദൈവമായി എന്ന് മുതൽ. എവിടുന്നാണ് ആ കല്ലിന് ദൈവത്വം കിട്ടിയത്? തന്ത്രിപര്യന്മാരുടെ ആത്മചൈതന്യത്തിൽ നിന്ന് മന്ത്രതന്ത്രങ്ങളിലൂടെ അതിൽ ആവേശിപ്പിച്ച് അതിന് വേണ്ട എല്ലാം തന്നെ പ്രദാനം ചെയ്തത് മുതൽക്കാണ് അതിന് ദൈവസ്ഥാനം. ആ കുളത്തിലുള്ള ചൈതന്യമുണ്ടല്ലോ, ഭക്തന്മാർ വന്ന് പ്രാർത്ഥിച്ച് എനിക്ക് എൻ്റെ അഭീഷ്ടങ്ങൾ നിറവേറ്റണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ അനുഗ്രഹം അങ്ങോട്ട് കൊടുക്കണമല്ലോ. അങ്ങനെ കൊടുക്കുമ്പോൾ തൻ്റെ കയ്യിലുള്ള സമ്പത്ത്, വിഭവം കുറേശ്ശെയായി ഭക്തജനങ്ങൾക്ക് കൊടുക്കണു. അവർ പോരാത്തതിന് വഴിപാട് നൽകണം. ആരാ വഴിപാട് നൽകുക? എന്തെങ്കിലും ഒന്ന് ചോദിക്കാതെ. ആദ്യമായിട്ട് ഒരു ക്ഷേത്രത്തിൽ വന്നാൽ ചോദിക്കുന്നത്, ഇവിടെ എന്തൊക്കെയാ വഴിപാട്? സന്താന ലാഭത്തിന് വല്ലതും ഉണ്ടോ? ഇഷ്ടവിവാഹ സിദ്ധിക്ക് വല്ലതും ഉണ്ടോ? ഇങ്ങനെ ഓരോന്നായിട്ട് ചോദിക്കുക അവർ. അപ്പോൾ ചോദിക്കുന്ന സാധനമൊക്കെ നിർവഹിച്ചു കൊടുക്കണവർക്ക്. അങ്ങനെ വരുമ്പോൾ തൻ്റെ കയ്യിലുള്ള ചൈതന്യം, അനുഗ്രഹശക്തി കുറേശ്ശെയായിട്ട് ഇങ്ങനെ തീർന്നു പോകും. ആ തീർന്നു പോകുന്നത് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് 12 കൊല്ലം കൂടുമ്പോൾ നവീകരണം നടത്തുന്നത്. പുനഃപ്രതിഷ്ഠ വേണ്ടി വന്നാൽ അതും നടത്തുന്നത്. എന്നിട്ട് ആ നഷ്ടപ്പെട്ട ചൈതന്യം മുഴുവനും രണ്ടാമത് അതിൽ ആവേശിപ്പിച്ച് എന്തെങ്കിലും തകരാറുകളോ അശുദ്ധങ്ങളോ വന്നിട്ടുണ്ടോ അതെല്ലാം നിർവഹിച്ച് പരിഹാര കർമ്മങ്ങൾ ചെയ്ത് ചൈതന്യവൃദ്ധിക്കും അനുഗ്രഹശക്തി വർദ്ധിക്കാനും വേണ്ടിയുള്ള കർമ്മങ്ങളാണ് നവീകരണത്തിലായാലും പ്രതിഷ്ഠയിലായാലും. ആദ്യത്തെ പകുതി കഴിഞ്ഞാൽ പിന്നെ ബാക്കി കൂടുതലേറെ ഭാഗം അതാണ്. അത് രണ്ടും കഴിഞ്ഞ് പുനഃസ്ഥാപിച്ചു കൊണ്ടുവരണം. ഈ ക്ഷേത്രാരാധന എന്ന് പറയുന്നത്
നമ്മുടെ സ്വന്തം മനസ്സിലും അന്തരാത്മാവിലും അധിഷ്ഠിതമായ വിശേഷപ്പെട്ട ഒരു പ്രാവർത്തിക ശാസ്ത്രമാണ്, പ്രയോഗക്ഷമമായിട്ടുള്ള ശാസ്ത്രമാണ്. ഈ ക്ഷേത്രപ്രതിഷ്ഠയ്ക്ക് പുറപ്പെടുന്ന സമയത്ത് തന്ത്രിമാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ശ്ലോകമുണ്ട്. അതിലെന്താ പറയുന്നത്? അല്ലേ, സർവവ്യാപകമായ ചൈതന്യ വിശേഷമേ, അങ്ങ് എല്ലാ ദിക്കിലും നിറഞ്ഞിരിക്കുന്നു, അങ്ങക്ക് നീക്കില്ല പോക്കില്ല, എല്ലാ ദിക്കിലും നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ആണെങ്കിലും ഞാൻ അപേക്ഷിക്കുന്നു ഈ കല്ലിൽ പ്രത്യേകമായി വന്നിരിക്കണേ എന്ന്. ഏതുപോലെയാ? എല്ലാ ദിക്കിലും നിറഞ്ഞിരിക്കുന്നു കാറ്റ്. ആ കാറ്റിന് ഒരു വിശറി എടുത്തിട്ട് നമ്മൾ വീശുകയാണ്. ആ വീശുന്ന സമയത്ത് ശരീരത്തിലുള്ള വിയർപ്പ് പോവാൻ സാധാരണ കാറ്റ് കൊണ്ട് മതിയാവില്ല എന്ന് പറഞ്ഞ് വിശറി കൊണ്ട് വീശി ആ കാറ്റ് വേഗം തട്ടി ശരീരത്തിൽ തട്ടി വിയർപ്പ് പറ്റുന്നത് പോലെ അങ്ങയോട് ഞാൻ ആവശ്യപ്പെടുന്നു. എങ്ങും നിറഞ്ഞ് വ്യാപിച്ചിരിക്കുന്ന ചൈതന്യ വിശേഷമാണെങ്കിലും ജനങ്ങൾക്ക് കാണാനും കേൾക്കാനും നോക്കി പ്രാർത്ഥിക്കാനും പറ്റിയ തരത്തിൽ ഈ വിഗ്രഹത്തിൽ സന്നിഹിതനാകണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിഷ്ഠാകർമ്മങ്ങൾ തുടങ്ങുന്നത്. അവനവൻ്റെ ഉള്ളിലുള്ള ചൈതന്യത്തെ തന്നെയാണ് പുറത്തേക്ക് ആവാഹിക്കുന്നത്. വിളക്ക് വെച്ചും പത്മമിട്ടും ചിത്രങ്ങളുടെ മുൻപിലുമെല്ലാം പൂജ ചെയ്യുന്ന സമയത്ത് ആ പൂജയിൽ ആവാഹിക്കുന്ന സമയത്തുള്ള സങ്കല്പം തൻ്റെ ഉള്ളിലുള്ള ശക്തിയും സാന്നിധ്യവുമാണ് അവിടെ ആവാഹിക്കപ്പെടുന്നത്. ആവാഹിച്ചതിന് ശേഷമോ എല്ലാം കഴിഞ്ഞാൽ പിന്നെ ഉദ്വസിക്കുക, മടക്കി പറഞ്ഞയക്കുക എന്നുണ്ട്. അത് തൻ്റെ ഉള്ളിലേക്ക് ആത്മതലത്തിലേക്കാണ് ഉദ്വസിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ പൂജയിലുള്ള ശാസ്ത്രങ്ങളും നിർണയങ്ങളുമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എന്തിനാ ഞാനിത് പറയുന്നത്? ഞാനിത് പറയുന്നത് രണ്ട് കാര്യത്തിന്. നാം ഇവിടെ പ്രതിപാദിക്കുന്നത് മുഴുവൻ ആത്മതത്വമാണ്. ആ ആത്മതത്വം പ്രതിപാദിക്കുന്ന സമയത്ത് അതുതന്നെയാണ് പരമം, അതാണ് ഇതിൻ്റെ സത്യം എന്ന് പറഞ്ഞ് നമ്മുടെ വായിൽ നിന്ന് എന്തെല്ലാം വരുന്നുവോ അതെല്ലാം ഈ ആത്മാവിനെ കേന്ദ്രീകരിച്ചുള്ള പ്രതിപാദനങ്ങളോ വിവരണങ്ങളോ നിമൂല്യ നിരൂപണങ്ങളോ ആകും. അതൊരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഈശ്വര വിശ്വാസത്തിനോ ക്ഷേത്രാരാധനയ്ക്കോ എന്തെങ്കിലും തരത്തിൽ വിരോധമാണെന്ന് വിചാരിക്കരുത്. സ്കൂളിൽ പഠിച്ചിട്ടേ കോളേജിൽ ചേരാൻ പറ്റുള്ളൂ, കോളേജിൽ പഠിച്ചിട്ടേ റിസർച്ച് സെൻറ്റേഴ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ, അത് കഴിഞ്ഞാലേ പോസ്റ്റ് റിസർച്ച് ഡോക്ടറേറ്റ് ഒക്കെ എടുക്കാൻ പിന്നേ പറ്റുള്ളൂ. അതുമാതിരി ഇതൊക്കെ സോപാനമാണ്, ചവിട്ടുപടിയാണെന്ന് നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം. ഒരു തരത്തിലും ഇവിടെ വൈരുദ്ധ്യമില്ല. നമ്മുടെ പൂർവ്വസൂരികളെല്ലാം ഇത് അറിഞ്ഞുകൊണ്ടാണ് എല്ലാവർക്കും ഇങ്ങനെ ചിന്തിച്ച് ആത്മതത്വത്തിൻ്റെ അവിടെ നേരെ ചെന്ന് അണയാൻ സാധിക്കാത്തത് കൊണ്ട് പൊതുജനങ്ങളുടെ സൗകര്യത്തിന് അവരുടെ ആരാധന സുഗമമാക്കണം എന്ന് വിചാരിച്ചാണ് ദേവാലയങ്ങളും ദേവസന്നിധികളും പ്രതിഷ്ഠിച്ച് ഈ ക്രമങ്ങളൊക്കെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അവരല്ലാതെ അന്ധവിശ്വാസത്തിൻ്റെ മുകളിലോ അറിവില്ലായ്മയുടെ മുകളിലോ ഉണ്ടാക്കിയതല്ല. അങ്ങേയറ്റം ജനങ്ങളോടുള്ള കാരുണ്യമാണ്, പ്രേരണയാണ് ഈ ക്ഷേത്രസങ്കല്പത്തിനും ആരാധനയ്ക്കും കാരണമായി തീർന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ഉള്ളുണ്ടല്ലോ, ശരീരത്തിൻ്റെ ഉള്ളിൽ, ആ ഉള്ളിൽ പ്രവേശിക്കണമെങ്കിൽ ഒരു തരത്തിലുള്ള ബാഹ്യ പരീക്ഷണവും അതിന് ഉതകില്ല. തീർച്ചയാണത്. ഇന്നിവിടെ പാശ്ചാത്യർ ഒബ്ജക്റ്റീവ് സയൻസസ് എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്ന സംഗതികൾ മുഴുവനും ബാഹ്യവസ്തു നിരീക്ഷണമാണ്, ബാഹ്യനിരീക്ഷണമാണ്. അതിനാണ് ടെലിസ്കോപ്പോ മൈക്രോസ്കോപ്പോ ഒക്കെ ഉപയോഗിക്കുക. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മനോവൃത്തികൾ, മനസ്സിൽ വരുന്ന ചിന്തകൾ, ഭാവനകൾ, വികാരങ്ങൾ, ആലോചനകൾ, സംശയങ്ങൾ, ആശയത്തെളിച്ചം പലതരത്തിലുമുണ്ടല്ലോ. ഉറക്കം എന്താണെന്ന് മനുഷ്യർക്ക് ആർക്കും അറിയില്ല. എല്ലാവരും കിടന്ന് ഉറങ്ങണതാണ്. എന്താണ് ഈ ഉറക്കം എന്ന് ചോദിച്ചാൽ അതിനൊരു വിവരണം ഒരാൾക്കും തരാൻ പറ്റില്ല. എങ്ങനെ സ്വപ്നമുണ്ടാവണമെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. ഉണർന്നിട്ടുണ്ടാവണതോ അതും പറയാൻ പറ്റില്ല. അപ്പം ബാഹ്യ നിരീക്ഷണത്തിനോ ഉപകരണങ്ങളെ കൊണ്ട് നേടിയെടുക്കാവുന്നതോ അല്ല നമ്മുടെ ഉൾമണ്ഡലം. ആത്മാ എന്ന തത്വമുണ്ടല്ലോ, സത്ത, അതിൻ്റെ പര്യായ ശബ്ദമാണ് ഈശ്വരൻ, ബ്രഹ്മം എന്ന് പറയുന്നത്. ഭാഗവതം വളരെ വ്യക്തമാക്കും. എന്താ വ്യക്തമാക്കുന്നത്? വദന്തി തത്വവിദഃ തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ. തത്വജ്ഞാനികൾ പറയുന്നു, സൂതൻ പറയാണ് നിറഞ്ഞ സദസ്സ് പണ്ഡിതന്മാരോട്, അറിവുള്ളവർ പറയണു അദ്വയമായിരിക്കുന്ന ജ്ഞാനമാണ് പരമതത്വം. അതാണ് ആത്മാ, അതാണ് ബ്രഹ്മം, അതാണ് ഈശ്വരൻ.
അപ്പം നാം ഇവിടെ പ്രതിപാദിക്കുന്നത് വടക്കുനാഥൻ തന്നെയാണ്. അദ്ദേഹം ആരാണെന്നാണ് പ്രതിപാദിക്കുന്നത്. പാർമേക്കാവ് ദേവി ആരാണെന്ന്, തിരുവമ്പാടി കൃഷ്ണൻ ആരാണെന്ന്, ആ തത്വത്തിനെയാണ് നാം ഇവിടെ പ്രതിപാദിക്കുന്നത് എന്ന് നിങ്ങൾ നല്ല പോലെ മനസ്സിലാകണം. ഇനി നമുക്ക് അഷ്ടാവക്ര സംഹിതയിലേക്ക് അങ്ങോട്ട് കിടക്കുക. ഞാൻ വിട്ടുപോയ ശ്ലോകം പറയാം. ഏകോ ദ്രഷ്ടാസി സർവസ്യ മുക്തപ്രായോസി സർവദാ അയമേവ ഹി തേ ബന്ധോ ദ്രഷ്ടാരം പശ്യസീധരം. എല്ലാവരും ശരിക്കും കേൾക്കുമോ? കേൾക്കുമോ? ഒന്ന് കൈ പൊന്തിക്കേ. ഏകോ ദ്രഷ്ടാസി സർവസ്യ ഒന്ന് പറയൂ. എൻ്റെ ജനക മഹാരാജാവേ, അങ്ങ് മനസ്സിലാക്കൂ, ഇവിടെ എല്ലാം കൂടിയിട്ടൊരൊറ്റ ദ്രഷ്ടാവേ ഉള്ളൂ, ദൃക്കേ ഉള്ളൂ. കാണുന്നവൻ കാണുന്നവൻ, ഗ്രഹിക്കുന്നവൻ ഗ്രഹിക്കുന്നവൻ, ചിന്തിക്കുന്നവൻ ചിന്തിക്കുന്നവൻ, ഉണരുന്നവൻ അറിയുന്നവൻ ബോധിക്കുന്നവൻ. അങ്ങനെ കർത്താ എന്നുള്ള കർത്തൃസ്ഥാനത്തിൽ നിൽക്കുന്ന ദ്രഷ്ടാവുണ്ടല്ലോ, ആ ദ്രഷ്ടാവ് ഒന്ന് മാത്രമേ ഉള്ളൂ. ആ ദ്രഷ്ടാവിന് കാണാനുള്ള ദൃശ്യങ്ങളാണ് അനവധി അനവധി അനവധി. നമ്മുടെ കണ്ണ് ഒന്നേ ഒന്നാണ്, രണ്ടെന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. കണ്ണ് ഒരെണ്ണമാണ്. ആ കണ്ണിന് കാണാനുള്ളതാണ് നിറങ്ങൾ മുഴുവനും. കണ്ണ് നിറമാണോ? കണ്ണ് നിറമാണോ? ഒരു ചെവി കൊണ്ടാണ് നാം പലതരത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നത്. എത്ര ചെണ്ടയാണ് അവിടെ കൊട്ടണത്, കൊമ്പും കുഴലുമാണ് അവിടെ നടക്കുന്നത്. പലതരത്തിലുള്ള ശബ്ദങ്ങളുടെ സമുച്ചയമാണ്. പക്ഷേ ഈ സമുച്ചയം മുഴുവനും കേട്ട് വേർതിരിച്ച് മനസ്സിലാക്കുന്ന ചെവി, കർണപുടം ഒന്ന്. കേൾക്കുന്നുണ്ടോ കൂട്ടരെ നിങ്ങൾ? ഈ പ്രപഞ്ചമാണ് അനവധി ദൃശ്യം കാണപ്പെടുന്നത്. കാണുന്നത് എപ്പോഴും ഒന്നേ ഉള്ളൂ. ചെറുപ്പകാലത്ത് നാം ജനിച്ചു വളർന്നു, ആ സമയത്ത് പറയാൻ തുടങ്ങിയതാണ് ഞാൻ 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 എന്ന്. ആ ഞാൻ എന്ന ശബ്ദം ആ കുട്ടി ഒരിക്കലും മാറ്റുന്നില്ല. എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ സഹോദരൻ, എൻ്റെ വീട്, എൻ്റെ മിത്രങ്ങൾ, എൻ്റെ സുഹൃത്തുക്കൾ, ആ എൻ്റെ എന്ന് പറയുന്ന മേഖലയിൽ കോടാനുകോടി പദാർത്ഥങ്ങളുണ്ട്. എന്നാൽ ഇവയെല്ലാം നോക്കിക്കണ്ട് ഗ്രഹിക്കുന്ന ദ്രഷ്ടാവുണ്ടല്ലോ, ആ ദ്രഷ്ടാവ് ഒന്ന് മാത്രമേ ഉള്ളൂ. ആ ഒന്നാണ് ജനക മഹാരാജാവേ ഭവാൻ. ഏകോ ദ്രഷ്ടാസി സർവസ്യ. ഈ ദ്രഷ്ടാവ് എല്ലാറ്റിൻ്റെയും ദ്രഷ്ടാവാണ്. ദ്രഷ്ടാവിൻ്റെ മുമ്പിലുള്ളത് മുഴുവൻ ദൃശ്യങ്ങളാണ്. ദൃശ്യങ്ങൾ എത്ര വേണമെങ്കിൽ ആയിക്കോട്ടെ. ഞാൻ നിങ്ങളെ എല്ലാവരെയും ഇവിടെ കാണുന്നു. കൂട്ടത്തിൽ ഒരു 10,000 ഇവിടെ വന്ന് നിന്നാൽ കാണാൻ ഒരു സ്വാമിയേ ഉണ്ടാവുള്ളൂ. അപ്പോഴും അത് കഴിഞ്ഞ് ഞാൻ ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങളെ എണ്ണാൻ തുടങ്ങുമ്പോഴും ഒറ്റ സ്വാമി, ഞാൻ മാത്രം ദ്രഷ്ടാവേ ഉള്ളൂ. അപ്പം ദ്രഷ്ടാ ഒന്നാണ്, ദൃശ്യങ്ങളാണ് അനവധി. ഈ ദ്രഷ്ട ഒരിക്കലും ദൃശ്യമാവില്ല. അപ്പം അങ്ങക്ക് എന്താണ് മാറ്റം എന്നൊന്ന് പറയൂ. കഥം ജ്ഞാനമവാപ്നോതി കഥം മുക്തിർഭവിഷ്യതി എന്നല്ലേ എന്നോട് ചോദിച്ചത്. ജ്ഞാനം എങ്ങനെ കൈക്കലാക്കാം, മുക്തി എങ്ങനെ സംഭവിക്കും എന്ന ചോദ്യത്തിന് മറുപടി പറയുന്നു. എല്ലാം കൂടി ഒരു ദ്രഷ്ടാവേ ഉള്ളൂ. ആ ദ്രഷ്ടാവാണ് ജനക ഭവാൻ. ആ ദ്രഷ്ടാവാണ് ഭവാൻ. ഇതാണ് ഈ സ്വാമിജിക്ക് സദസ്യരോട് എല്ലാവരോടും പറയാനുള്ളത്. നിങ്ങൾ ദ്രഷ്ടാവാണ്, ദ്രഷ്ടാവാണ്. ആ ദ്രഷ്ടാവ് ഒന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ ദേഹത്തെ നോക്കിക്കാണുന്നു, വസ്ത്രത്തെ നോക്കിക്കാണുന്നു, വീട് നോക്കിക്കാണുന്നു, ചുമര് നോക്കിക്കാണുന്നു, ലോകത്തെ നോക്കിക്കാണുന്നു. ബാക്കിയുള്ളതൊക്കെ കാണപ്പെടുന്നതാണ്. ഈ വസ്തുക്കളെ മുഴുവൻ കാണുന്ന നിങ്ങൾ ഒറ്റ ഒറ്റ ഏകൻ ഏകൻ. അത് ദ്രഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു. ദ്രഷ്ടസ്ഥാനം വിട്ട് ഒരിക്കലും അത് ദൃശ്യമാകുന്നില്ല. എത്ര ദൃശ്യം വേണമെങ്കിൽ അവിടെ ഉണ്ടായിക്കോട്ടെ, പ്രപഞ്ചം മുഴുവനും ദൃശ്യമാണ്. നിങ്ങൾക്കെന്ത് വേണം, അങ്ങക്കെന്ത് വേണം ജനക? അങ്ങ് സിംഹാസനത്തിൻ്റെ ദ്രഷ്ടാവാണ്, രാജപദവിയുടെ ദ്രഷ്ടാവാണ്, മിഥില രാജ്യത്തിൻ്റെ ദ്രഷ്ടാവാണ്, വിദ്വത് സദസ്സിൻ്റെ ദ്രഷ്ടാവാണ്, സുഖത്തിൻ്റെ ദ്രഷ്ട, ദുഃഖത്തിൻ്റെ ദ്രഷ്ട, ജന്മത്തിൻ്റെ ദ്രഷ്ട, മരണത്തിൻ്റെ ദ്രഷ്ട, എല്ലാറ്റിൻ്റെയും ദ്രഷ്ടാവാണ് അങ്ങ്. ആ ദൃഷ്ടപദവി ഒന്ന് മാത്രം, അതിന് ഒരിക്കലും പരിവർത്തനമില്ല. ആ ദ്രഷ്ടാവുണ്ടല്ലോ, അതാണ് താൻ എന്ന് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാലോ മുക്തപ്രായോസി സർവദാ,
നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോപ്പാ? ദ്രഷ്ടാവാണ് നിങ്ങളെങ്കിൽ ആ ദ്രഷ്ടാവിന് ഒരു മാറ്റവും വരില്ലല്ലോ ദൃശ്യങ്ങൾ കൊണ്ട്. ദൃശ്യങ്ങൾ ദൃശ്യസ്ഥാനത്ത് നിൽക്കുന്നു. The entire world is an object of perception, an object of awareness, an object of consciousness for me. Let the world consist in infinite plurality, embodying infinite distances. What of those to me? I am the perceiver, I am the observer, I am the witness. In the witness position of mind, there is no contradiction, there is no conflict, there is no reduction whatsoever. I always remain the perceiver, I always remain the subject, leaving all the objects to themselves. Let anything happen to the object, to the visible world. Let there be a nuclear explosion, then what? The drishya is affected, the visible world is affected. The drashta cannot be acted upon by any kind of an onslaught from any direction or any source whatsoever. നിങ്ങൾ കേൾക്കുന്നുണ്ടോ കൂട്ടരെ? ഒന്ന് ചിന്തിക്കണപ്പ. ഇതാണ് ഭാരതത്തിൻ്റെ അധ്യാത്മശാസ്ത്രം എന്ന് പറയുന്നത്. ഞാനാണ്, എന്നെ നീ ആക്കാൻ ഒരാളില്ല, എന്നെ അവനോ ഇവനോ ആക്കാൻ ഒരാളില്ല. ഞാൻ തന്നെ. ബാക്കിയുള്ളതൊക്കെ ഞാൻ കാണുന്നതും കേൾക്കുന്നതും ഗ്രഹിക്കുന്നതും ചിന്തിക്കുന്നതും ഉണരുന്നതും മനസ്സിലാക്കുന്നതുമാണ്. ഈ ഞാൻ ഒരിക്കലും വേറെ ഒന്നായി തീരണില്ല. അങ്ങനെ വരുമ്പോൾ മുക്തപ്രായോസി സർവദാ. അങ്ങക്ക് എന്ത് ബന്ധനം? ആരിൽ നിന്ന്, എന്തിൽ നിന്ന്, എവിടെ, എപ്പോ, എന്തുകൊണ്ട്? നിങ്ങൾക്കൊരു ശരീരമുണ്ടായിരിക്കാം. ശരീരം ദൃശ്യമാണ്. ഞാൻ എന്ന് പറയുന്നത് അവിടെ വേറിട്ട് നിൽക്കുന്നു. എല്ലാ ചിന്തകളിലും അത് ചിന്തകനായി നിൽക്കുന്നു. അതിന് ഒരിക്കലും ഒരു മാറ്റമില്ല. അപ്പൊ സ്വതവേ മുക്തനാണ് അങ്ങ്. അങ്ങക്ക് മുക്തി നേടേണ്ടതില്ല, തേടേണ്ടതില്ല, അടയേണ്ടതില്ല, അണയേണ്ടതില്ല, ചെല്ലേണ്ടതില്ല, കൈക്കലാക്കേണ്ടതില്ല. മുക്തപ്രായോസി സർവദാ. അപ്പൊ പിന്നെ എന്താണ് ഈ ബന്ധം? അയമേവ ഹി തേ ബന്ധോ ദ്രഷ്ടാരം പശ്യസീതരം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോപ്പാ? അയമേവ ഹി തേ ബന്ധോ. ഇതാണ് അങ്ങയുടെ ബന്ധനം. ഏത്? ദ്രഷ്ടാരം പശ്യസീതരം. കർത്തൃസ്ഥാനത്തിൽ ദൃഷ്ടസ്ഥാനത്തിൽ നിൽക്കുന്ന തന്നെ മറ്റൊന്നായി കാണുന്നു എന്നുള്ളതാണ് അങ്ങക്കുള്ള പശവ്. സിംഹാസനത്തിലിരിക്കൂ, അല്ലെങ്കിൽ പദ്മാസനത്തിലിരിക്കൂ, എന്നിട്ട് ആലോചിക്കൂ. ഞാൻ എന്ന് പറയുന്നത് ശരീരമാണോ? ഞാൻ എന്ന് പറയുന്നത് മനസ്സാണോ? ബുദ്ധിയാണോ? അഹങ്കാരമാണോ? ഉറക്കമാണോ? സ്വപ്നമാണോ? ഉണർന്നിരിക്കലാണോ? വ്യവഹാരമാണോ? അതോ ഞാൻ എല്ലാറ്റിൻ്റെയും സാക്ഷിയായി കർത്തൃസ്ഥാനത്ത് ദ്രഷ്ടാവായി നിൽക്കുന്നവനോ? എൻ്റെ ദൃഷ്ടസ്ഥാനത്തെ എന്നിൽ നിന്ന് അപഹരിക്കാൻ ഈ ലോകത്തിൽ എന്തെങ്കിലും ഒന്നുണ്ടോപ്പാ? ഒന്ന് പറയും നിങ്ങൾ. ദൃഷ്ടസ്ഥാനത്തെ അപഹരിക്കാൻ ഇവിടെ അമ്മയുണ്ടോ? അച്ഛനുണ്ടോ? ഭഗവാനുണ്ടോ? ആരാ ഉള്ളത് ഇവിടെ? ദ്രഷ്ടാവ് തന്നെ, ദൃശ്യം തന്നെ. ഇവ രണ്ടും കൂടി കലരില്ല, ഒന്നേ ആയിരിക്കുള്ളൂ, ഒരു മാറ്റവുമില്ല. അങ്ങനെ വരുമ്പോൾ ദ്രഷ്ടാവിനെ മറ്റൊന്നായി കാണുന്നതാണ് അങ്ങയുടെ ബന്ധനം. മുക്തി എങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചില്ലേ? അങ്ങയുടെ ദൃഷ്ടസ്ഥാനത്ത് വേണ്ടതുപോലെ ഉണരൂ, സാക്ഷാത്കരിക്കൂ. നിങ്ങളൊക്കെ ഇന്നലെ നല്ലോണം കിടന്നുറങ്ങിയോ? അമൃത് കഴിച്ച് പോയിട്ട്, അതോ അത്താഴം കഴിച്ചിട്ട് അമൃതമൊക്കെ പോയോ? അയമേവ ഹി തേ ബന്ധോ ദ്രഷ്ടാരം പശ്യസീതരം. എത്ര വിശേഷപ്പെട്ടതാ. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം? എപ്പോഴും മനസ്സിലാക്കിക്കോളൂ. അസംഗോഹം പുനഃ സച്ചിദാനന്ദരൂപോഹം അഹമേവാഹമവ്യയഃ. ബ്രഹ്മജ്ഞാനാവലിയിലത്തെ ഒരു ശ്ലോകമാണ്, ശങ്കരാചാര്യൻ എഴുതിയതാണ്. അസംഗോഹം പുനഃ. ഒന്ന് ചൊല്ലണോ? എല്ലാവരും ചൊല്ലുമോ? എന്നാ ചൊല്ലിത്തരാം. അസംഗോഹം
അസംഗോഹം असङ्गोऽहम् അസംഗോഹം असङ्गोऽहम् പുനഃ പുനഃ पुनः पुनः സച്ചിദാനന്ദരൂപോഹം सच्चिदानन्दरूपोऽहम् അഹമേവാഹമവ്യയഃ. अहमेवाहमव्ययः. ഈ പാട്ടാണ് നിങ്ങൾക്ക് പാടേണ്ടത്. ഈ പാട്ടാണ് പാടേണ്ടത്. പകൽ എനിക്ക് അത് വന്നു ഇത് വന്നു, മൂക്ക് വേർത്തു, കൈ വേദനിച്ചു, പോയി, അവൾ അത് പറഞ്ഞു, ഇവൻ ഇത് പറഞ്ഞു, നാണാവില്ലേ ഇതൊക്കെ പറയാൻ? അസംഗോഹം. ആരോ ഒരാൾ വല്ലാത്തത് പറഞ്ഞു അത്രേ. വല്ലാത്തത് പറഞ്ഞ ആൾ ദുഃഖിക്കണോ അത് കേട്ട് നിങ്ങൾ ദുഃഖിക്കണോ? അയാൾ പറഞ്ഞത് ശരിയാണെങ്കിൽ പോയി നമസ്കരിച്ച് സ്വീകരിക്കൂ, തെറ്റാണെങ്കിലോ തെറ്റ് പറഞ്ഞ ആളുകൾക്ക് തെറ്റങ്ങോട്ട് വിടുക. അതിന് നിങ്ങളെന്തിനാ കരയണേ വേർക്കണത്? നിങ്ങൾ നിങ്ങളുടെ നിലയിലിരിക്കുവപ്പാ. അസംഗോഹം. എനിക്ക് ഒരു വിധത്തിലുള്ള സംഘവുമില്ല, സംഘവുമില്ല. വീണ്ടും വീണ്ടും ഇത് തന്നെയാണ് വാസ്തവം. ഞാൻ സച്ചിദാനന്ദ സ്വരൂപിയാണ്. അവ്യയമാണ് എൻ്റെ സ്വരൂപം. ഞാൻ അവ്യയനാണ്. ഈ പാട്ടിങ്ങനെ പാടുക. അതാണ് നമുക്ക് ആവശ്യം. ശങ്കരാചാര്യന് ഒരു ശ്ലോകം എഴുതിയിട്ടുണ്ട്. പ്രൗഢാനുഭൂതി. എന്ത്? പ്രൗഢമായിരിക്കുന്ന അനുഭൂതി. പ്രൗഢമായ ഒരു ചർച്ചയാണല്ലോ ഇത്. അദ്ദേഹം പ്രൗഢാനുഭൂതിയിൽ പറയുകയാണ്. നിർദ്വൈതോസ്മ്യഹമസ്മി നിർമ്മലചിദാകാശോസ്മി പൂർണോസ്മ്യഹം നിർദേഹോസ്മി നിരിന്ദ്രിയോസ്മി നിതരാം നിഷ്പ്രാണവർഗോസ്മ്യഹം നിർമുക്താശുഭമാനസോസ്മി വികലത് വിജ്ഞാനകോശോസ്മ്യഹം നിർമായോസ്മി നിരന്തരോസ്മി വിപുലപ്രൗഢപ്രകാശോസ്മ്യഹം. ഇതൊക്കെ ഒന്ന് കേൾക്കിനപ്പ, ഒന്ന് വായിക്കൂ നിങ്ങൾ. എപ്പോഴും നമ്മളിങ്ങനെ പുലമ്പുകയാണ്, വിതമ്പുകയാണ്. എന്നെ ഒന്നിനും കൊള്ളില്ല, എപ്പോൾ നോക്കിയാലും ദുഃഖം. എനിക്ക് നിങ്ങളുടെ ദുഃഖം ഒന്ന് കാണിച്ചു തരാമോ? എവിടെയാണ്? ഒന്ന് കാണിച്ചു തരും. നിങ്ങൾ പറയുന്നല്ലോ ദുഃഖം. ഒന്ന് എടുത്ത് പടം പിടിച്ച് കാണിച്ചു തരുമപ്പ. എവിടെയാണ് ഈ ദുഃഖം? നിങ്ങളുടെ മനസ്സ് ആകാശത്തിനേക്കാൾ സൂക്ഷ്മമാണ്. അവിടെ ഒരു തരത്തിലുള്ള കറയോ കുറയോ ഏശില്ല. എന്നിട്ട് നിങ്ങളിങ്ങനെ പുലമ്പുടൂ, എനിക്ക് ദുഃഖം. ആർക്ക് ദുഃഖം? ഭ്രാന്താണ് ഈ പറയണത്, മോഹമാണ് ഈ പറയുന്നത്. നിർദ്വൈതോസ്മ്യഹമസ്മി നിർമ്മലചിദാകാശോസ്മി പൂർണോസ്മ്യഹം. ആ ഞാൻ എന്ന് പറയുന്ന ആ വാക്ക്, ആ ആശയമുണ്ടല്ലോ, അതുകൊണ്ട് സൂചിപ്പിക്കുന്ന ഉൾസത്ത, ആ ഉൾസത്തയുടെ വിശേഷണങ്ങളാണ് ഇവിടെ പ്രൗഢാനുഭൂതിയിൽ ശങ്കരാചാര്യൻ വിശേഷിപ്പിക്കുന്നത്. നിർദ്വൈതോസ്മി. രണ്ട് എന്നൊരു ഭാവം എനിക്കില്ല. നിർമ്മല ചിദാകാശോസ്മി. ചിദാകാശം പുറത്ത് കാണുന്നത്, ഐന്ദ്രിയ തലത്തിൽ കാണുന്നത് ദ്രവ്യാകാശമാണ്. ആ ദ്രവ്യാകാശത്തിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ ചിദാകാശമാണ്. കേൾക്കുന്നുണ്ടോപ്പ ഈ ഒരു വാക്ക്? You are actually in the nature of the sentient space or sky. What you see externally in front of your eyes all around is the so-called material space or sky. It is something visible to the naked eye. You are not that inert substance. You are a vibrant sentient presence. ആ സെൻഷ്യൻസിനെ ഒരു ആകാശം പോലെ അങ്ങോട്ട് പരിഗണിക്കൂ. അതാണ് ചിദാകാശം എന്ന് പറയുന്നത്. ദ സ്കൈ ഓർ ദ സ്പേസ് ഓഫ് സെൻഷ്യൻസ് ഓർ സെൻഷ്യൻ സ്പേസ്. അതാണ് നിങ്ങൾ ആക്ച്വലി. നിർമ്മലം, അത് വളരെ പ്യൂറാണ്, പവിത്രമാണ്, ശുദ്ധ നിർമ്മലമാണത്. നിർദേഹോസ്മി നിരിന്ദ്രിയോസ്മി നിതരാം നിഷ്പ്രാണവർഗോസ്മ്യഹം. നിർദേഹോസ്മി. ദേഹത്തിലാണ് നമ്മുടെ മനസ്സ്, അല്ലെങ്കിൽ ദേഹത്തോട് കൂടി ബന്ധപ്പെട്ട് കിടക്കണമെന്ന് പറയാം. പക്ഷേ മനസ്സ് ദേഹത്തിൻ്റെ ഭാഗമല്ല. നിങ്ങളുടെ അനുഭവങ്ങൾ മുഴുവൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും മനസ്സിലാണ്, മനസ്തലത്തിലാണ്. നിങ്ങളപ്പം മനസ്സോ ദേഹമോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി?
സ്വാമിജി ഞാൻ മനസ്സാണ് ദേഹമല്ല എന്ന് സമ്മതിക്കേണ്ടി വരും. ആ മനസ്സ് എന്നുള്ള നിലയ്ക്ക് നിർദേഹോസ്മി, എനിക്ക് ദേഹമില്ല, ഞാൻ ദേഹമല്ല. നിരിന്ദ്രിയോസ്മി, ദേഹത്തിലുള്ള ഇന്ദ്രിയങ്ങളുമല്ല. നിതരാം നിഷ്പ്രാണവർഗോസ്മ്യഹം, ഈ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന പഞ്ചപ്രാണങ്ങൾ, ആ പ്രാണകോശമുണ്ടല്ലോ, അതുമല്ല ഞാൻ. നിർമുക്താശുഭമാനസോസ്മി വികലത് വിജ്ഞാനകോശോസ്മ്യഹം. നിർമുക്ത അശുഭമാനസോസ്മി, മനസ്സിൽ തോന്നുന്ന അശുഭങ്ങളെല്ലാം വിട്ട് മനസ്തലത്തെയും ബുദ്ധിതലത്തെയും താണ്ടിക്കടന്ന് ചിദാകാശം എന്ന് പറയുന്ന ആ അത്യന്ത സൂക്ഷ്മവും ഉള്ളിനുള്ളിലുള്ള ആ സത്താവിശേഷമാണ് ഞാൻ. വിജ്ഞാനകോശോസ്മ്യഹം, ആ ചിദാകാശത്തിൽ നിന്ന് സ്ഫുരിക്കുന്ന പ്രകാശമാണ് വാസ്തവത്തിൽ നമുക്കുള്ള അറിവും ഉണർവും അനുഭവവും എല്ലാം തന്നെ. വിജ്ഞാനകോശോസ്മ്യഹം നിർമായോസ്മി നിരന്തരോസ്മി വിപുലപ്രൗഢപ്രകാശോസ്മ്യഹം. നിർമായോസ്മി, മായ. മായ ആർക്ക്? എനിക്ക് മായയോ? ഞാൻ നിർമ്മല പ്രകാശമാണ്, നിർമ്മല പ്രകാശമാണ്. അതിലൊരു കറ ഏശിപ്പിക്കാൻ ഒന്നുമില്ല ഈ ലോകത്തില്. നിരന്തരോസ്മി, എനിക്ക് നൈരന്തര്യമുണ്ട്, നിരന്തരമാണ് എൻ്റെ നിൽപ്പ്. എൻ്റെ ശരീരത്തിന് നിരന്തരതയില്ല. മനസ്സിൽ വരുന്ന വിചാരങ്ങൾക്കോ ചിന്തകൾക്കോ ഇല്ല, ഭാവങ്ങൾക്കോ വികാരങ്ങൾക്കോ ഇല്ല, ആലോചനയ്ക്കില്ല, ഓർമ്മയ്ക്കില്ല, മറവയ്ക്കില്ല. നൈരന്തര്യമോ നിരന്തരതയോ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഉള്ളിലുള്ള ആ സത്താവിശേഷം, ഞാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്ന ആ ആത്മസത്തയ്ക്ക് മാത്രമേ ഉള്ളൂ. ആ ആത്മസത്ത ജ്ഞാനപ്രകാശത്തോടു കൂടി പരിലസിക്കുന്നതാണ് പ്രൗഢപ്രകാശോസ്മ്യഹം. പ്രൗഢമായിരിക്കുന്ന ഒരു പ്രകാശമാണ്. കണ്ണിലൂടെ നിറങ്ങളെയും കാതിലൂടെ ശബ്ദങ്ങളെയും മൂക്കിലൂടെ വാസനകളെയും നാവിലൂടെ രുചികളെയും ത്വക്കിലൂടെ സ്പർശങ്ങളെയും മനസ്സിലൂടെ ചിന്തകളെയും ബുദ്ധിയിലൂടെ ആലോചനയെയും എല്ലാറ്റിനെയും പുറത്തും അകത്തും വെളിപ്പെടുത്തി തരുന്ന ആ നിസ്തുലമായിരിക്കുന്ന ഏകാത്മക പ്രകാശം, അതാണ് ഞാൻ, അതാണ് ഞാൻ. ഭാരതീയരെ, ഇതാണ് നിങ്ങളുടെ പൈതൃകം, ഇതാണ് നിങ്ങളുടെ സംസ്കാരം. ഈ ഇല്ലപ്പാട്ടും പൊല്ലാപ്പാട്ടും പാടി നടക്കേണ്ടവരല്ല നമ്മൾ. നമ്മൾ മുഴുമയുടെ അവതാരമാണ്. മികവിൻ്റെയും നിറവിൻ്റെയും തിളക്കത്തിൻ്റെയും നൈരന്തര്യത്തിൻ്റെയും പര്യായ ശബ്ദങ്ങളാണ് നമ്മൾ. ഇത് മുഴുവനും നാം ആലോചിച്ച് മനസ്സിലാക്കേണ്ടതാണ്, വിചാരം ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ്. ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി കാര്യങ്ങൾ ഗ്രഹിച്ച് പറയുക. അഷ്ടാവക്രൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴാണല്ലോ ജനക മഹാരാജാവോട് പറയാൻ തുടങ്ങിയത്. ജനക മഹാരാജാവ് മിക്കവാറും ഇത് കേട്ട് കാണില്ല. ആ 8 വളവൻ പറഞ്ഞപ്പോഴേ മനസ്സിലായുള്ളൂ, അതുവരെ കേട്ടിട്ടില്ല. എല്ലാവരും കണ്ട് പരിഹസിച്ചു, പൊട്ടിച്ചിരിച്ചു 8 വളവനെ കണ്ട്. ആ പൊട്ടിച്ചിരിച്ചപ്പോഴേ കാര്യം മനസ്സിലായുള്ളൂ. ജനക മഹാരാജാവ് അപ്പോഴെങ്കിലും കാക്കൽ വീണ് എരന്ന് ചോദിച്ചു എനിക്ക് ജ്ഞാനം പറഞ്ഞു തരൂന്ന്. അങ്ങനെയാണത് ഉണ്ടാവുന്നത്. നിങ്ങളുടെ മനസ്സുകൊണ്ട് തന്നെ നല്ലത് ചിന്തിക്കാം, നിങ്ങൾക്ക് ചീത്തയും ചിന്തിക്കാം. ഒരിക്കലും ഈ ചീത്ത ചിന്തയെ നിങ്ങൾ പേടിക്കരുത്, അതിനെ തിരസ്കരിക്കൂ, ഉണ്ടെന്ന് തന്നെ നടിക്കണ്ട. നമ്മുടെ മനസ്സ് നല്ലതും ഉൾക്കൊള്ളും. ചിലപ്പോൾ പൊട്ടയും ഗ്രഹിച്ചു എന്ന് വരാം. പൊട്ടയാണെന്ന് മനസ്സ് തന്നെയല്ലേ മനസ്സിലാക്കി തരുന്നത്. 4 വിചാരം വന്നു, അതിൽ 2 എണ്ണം മോശം, 1 എണ്ണം അല്ലെങ്കിൽ 2 എണ്ണം നല്ലത് എന്ന് പറയുന്നത് അതും മനസ്സാണല്ലോ. അപ്പം മനസ്സാണ് ഏറ്റവും വലിയ സമ്പത്ത്, വിഭവം, കാവൽ ഭടൻ, താങ്ങ്, തണല്, നങ്കൂരം, ആശ്രയം, ആദർശം. ആ മനസ്സിനെ പൊന്നായി സൂക്ഷിക്കൂ നിങ്ങൾ. അതിനെ തങ്കമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും, കരിക്കട്ടയാക്കാനും സാധിക്കും. തങ്കമാക്കുന്ന കഥയാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. അഹം കർത്തേത്യഹം മാന മഹാകൃഷ്ണാഹിതം ശിതഃ നാഹം കർത്തേതി വിശ്വാസാമൃതം പീത്വാ സുഖീ ഭവ. ഇത് ഇന്നലെ പറഞ്ഞതാണ്. പിന്നെ നമുക്ക് അഹം കർത്തേത്തി അഹം മാന മഹാകൃഷ്ണാഹിതം ശിതഃ എന്ന് ഇന്നലെ ഞാൻ പറഞ്ഞുവല്ലോ. നമ്മുടെ അധ്യാത്മ വിദ്യയിൽ നമുക്ക് മുറയ്ക്ക് ഉപദേശിക്കുന്ന ഒരു സത്യമുണ്ട്. എന്ത്? എടോ മനുഷ്യ,
താൻ ഒന്നിനെക്കുറിച്ചും അഹങ്കാരമോ അഭിമാനമോ കൊള്ളരുത്. അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ 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 താൻ താൻ എന്ന രീതിയിൽ നമ്മെ എല്ലാറ്റോടും ബന്ധപ്പെടുത്തുന്ന ഒരു വിശേഷഭാവം, അതാണ് ഈ അഹങ്കാരം. അച്ഛനമ്മമാരെ കുറിച്ചോ കല്യാണം കഴിച്ചവരെ കുറിച്ചോ ഉണ്ടായ കുട്ടികളെക്കുറിച്ചോ തനിക്കുള്ള വീടിനെക്കുറിച്ചോ പഠിപ്പിനെക്കുറിച്ചോ സമ്പാദ്യത്തെക്കുറിച്ചോ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചോ ഒന്നിലും നിങ്ങൾക്ക് അഹങ്കാരമോ അഭിമാനമോ പാടില്ല. ഞാൻ ചെയ്തു എന്ത് ചെയ്തു? നാവുള്ളത് കൊണ്ട് സംസാരിച്ചു, ബുദ്ധിയുള്ളത് കൊണ്ട് ആലോചിച്ചു, കൈകാലുള്ളത് കൊണ്ട് പലതും പ്രവർത്തിച്ചു. ഇതൊക്കെ തന്നത് നമ്മൾ സമ്പാദിച്ചതല്ല, നമുക്ക് കിട്ടിയതാ. ഈ പ്രപഞ്ചം നമ്മുടെ അല്ലാതിരിക്കെ, നമ്മുടെ ശരീരമടക്കം നാം അല്ലാതെ ഇരിക്കെ, നമ്മുടെ അല്ലാതെ ഇരിക്കെ നിങ്ങൾ എന്ത് ചെയ്തതിനാ ഈ അപമാനവും അഹങ്കാരവും? ആ അഹങ്കാരം മുഴുവനും വിടൂ. കർത്തൃത്വം ഭോക്തൃത്വം എന്നൊന്നും നിങ്ങളുടെ മനസ്സിനെ തീണ്ടരുത്. ഇത് അഷ്ടാവക്രൻ മാത്രം ജനക മഹാരാജാവോട് പറയുന്നതാണോ എന്ന് ചോദിച്ചാലല്ല. ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭു ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തതേ. ഭഗവത്ഗീത നമ്മൾ ഗീതാ തത്വ സമീക്ഷക്കാലത്ത് പറഞ്ഞതൊക്കെയാണത്. 5-ാം അധ്യായത്തിൽ 14-ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്, ലോകത്തിലുള്ള മതഗ്രന്ഥങ്ങളാണെന്ന് ഗീതയെ കണക്കാക്കുകയാണെങ്കിലും ഇങ്ങനെ ഒരു പ്രസ്താവന ലോകത്തിൽ ഒരൊറ്റ മതഗ്രന്ഥത്തിലോ അധ്യാത്മഗ്രന്ഥത്തിലോ കാണില്ല. കൃഷ്ണൻ പറയുന്നു ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭു. ലോകത്തിൻ്റെ പ്രഭു ഉണ്ടല്ലോ, ഈശ്വരൻ എന്ന് വിചാരിക്കുന്ന പരമസാന്നിധ്യം, പരമവൈഭവം, പരമസത്താവിശേഷം, പരമശക്തി, അത് ഒരാളിലും നിയോഗിക്കുന്നില്ല. കർത്തൃത്വമോ ഭോക്തൃത്വമോ. ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭു. ലോകത്തിൻ്റെ മഹാപ്രഭു ഒരാളോടും താൻ ഇന്നതിൻ്റെ കർത്താവാണ്. ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയെ ജനിപ്പിച്ച താൻ അമ്മയാണ് അച്ഛനാണ് എന്നൊരൊറ്റ ആളോട് പറയുന്നില്ല. ലോകത്തിൽ മൃഗങ്ങൾക്ക് കുട്ടികളുണ്ടാവുന്നു, പക്ഷിക്ക് കുട്ടികളുണ്ടാവുന്നു. അതേപോലെ മനുഷ്യന് മനുഷ്യക്കുഞ്ഞുണ്ടായി. അതിന് ഗർഭപാത്രം, ലിംഗവ്യത്യാസങ്ങൾ, ദാമ്പത്യ ജീവിതം, അതിൻ്റെ പ്രക്രിയകൾ, ഇതെല്ലാം നമുക്ക് പ്രകൃതി അണച്ചിട്ടുള്ള സൗകര്യങ്ങളും മാധ്യമങ്ങളുമാണ്. ആ മാധ്യമങ്ങൾ തമ്മിൽ ഒരു സമ്മേളനം നടന്ന് അതിൽ ഗർഭാധാനവും ഒരു കുട്ടിയെ ഉണ്ടായാൽ അതിൽ നമുക്കെന്താ ഇത്ര വലിയ ഒരു ചുമതലാബോധം, ഒരു കർത്തൃത്വം? പ്രകൃതിയുടെ വിലാസം അങ്ങനെ നടന്നു എന്ന് വിചാരിച്ച് അകന്നിരിക്കൂ. നല്ല കുട്ടിയായി ജനിച്ചാൽ വളരെ നല്ലത്, നല്ല പോലെ വളർത്തും, നന്നായിരിക്കട്ടെ, ലോകത്തിന് സംഭാവനയാവട്ടെ. തലകുനിഞ്ഞ് അതൊക്കെ ചെയ്യുന്നതല്ലാതെ അഭിമാനമോ അഹങ്കാരമോ കൊള്ളാൻ ഒരു സ്ഥാനവുമില്ല അവിടെ. ന കർമ്മഫല സംയോഗം. ഏതെങ്കിലും ഒരു പ്രവൃത്തി പ്രവർത്തിച്ചു അതിൻ്റെ ഫലത്തോടു കൂടി ഒരാളെ ബന്ധിപ്പിക്കുക എന്നില്ല. ഇത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ വിഷമാവും. ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, പറയാറുണ്ട്, കഷ്ടപ്പാട് വരുമ്പോൾ ഞാൻ വളരെ വലിയ ഭക്തനാണ്, ഈശ്വരനെ സ്നേഹിക്കുന്നു, ആശ്രയിക്കുന്നു, എല്ലാം കൊണ്ടു നടക്കുന്നു, എന്നിട്ടും ഭഗവാൻ എന്തിനാ ഇത് എന്നോട് ചെയ്തത്? ഭഗവാൻ എന്താ നിങ്ങളോട് വല്ല വൈരമുണ്ടോ? കാടാമ്പുഴയിൽ ദർശനം കഴിച്ച് തൃശ്ശൂരിലേക്ക് വരുന്ന ഒരു കാറിലാണ് ആക്സിഡൻ്റ് ഉണ്ടായി. ഒരു കുട്ടിയുടെ അച്ഛനും അമ്മയും കൂടി മരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കുട്ടി മാത്രമായിട്ട് സർവൈവ് ചെയ്തു. ഇതിന് കാടാമ്പുഴ ഭഗവതിക്ക് വല്ല പങ്കുമുണ്ടോ? നമ്മുടെ റോഡ്, നമ്മുടെ വാഹനം, നമ്മൾ ഓടിക്കുന്നു, നമ്മുടെ ട്രാഫിക് റൂൾസ്. അവിടെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി എന്നുണ്ടെങ്കിൽ അതിന് പെട്ടെന്ന് ഭഗവാനെ പിടിച്ച് ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യം എന്താ? ഭഗവാൻ എന്തുണ്ട്? നിങ്ങൾ കെട്ടിടം പണിത സമയത്ത് ഭഗവാന്റെ കയ്യിൽ നിന്ന് അപ്രൂവൽ മേടിച്ചോ? എന്താ ഒരു മിണ്ടാത്തെ? നിങ്ങൾ ഉണ്ടാക്കിയ റോഡ്, നിങ്ങൾ ഉണ്ടാക്കിയ വാഹന നിയമങ്ങൾ നിങ്ങളെ പരിപാലിക്കുന്നത് നിങ്ങൾ, എല്ലാം നിങ്ങളുടെയാ. അതിലുണ്ടായ പരിണത ഫലത്തിന് അപ്പമാത്രം ഭഗവാൻ. ഈ ഭഗവാനെ വേണ്ടാതെ എല്ലാ കാര്യങ്ങൾക്കും ഇറക്കുമതി ചെയ്യരുത്. നിങ്ങൾ നല്ല പോലെ പഠിക്കൂ. ന കർമ്മഫല സംയോഗം. ഇവിടെ പുണ്യവാന് പലതരത്തിലുള്ള കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരാം. അവശ്യം ഭാവി ഭാവാനാം പ്രതികാരോ ഭവേദ്യതി തഥാ ദുഃഖൈർനലിപ്യേരൻ നളരാമയുധിഷ്ഠിരാ. വിദ്യാരണ്യൻ വരെ കോട്ട് ചെയ്തിട്ടുള്ള ഒരു ശ്ലോകമാണത്.
ലോകത്തിൽ ചില സംഗതികളൊക്കെ നടക്കും, പല സംഭാവ്യതകളുമുണ്ട് ഇവിടെ. ആ സംഭാവ്യതകൾക്കൊക്കെ ഇൻഷുറൻസും പരിഹാരവും ഉണ്ടെന്ന് വന്നാൽ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. എന്താണത്? തഥാ ദുഃഖൈർനലിപ്യേരൻ നളരാമ യുധിഷ്ഠിരാ. നളൻ വളരെ വിശേഷപ്പെട്ട ഒരാളാണ്, എല്ലാവിധത്തിലും പവിത്രാത്മാവാണ്. ശ്രീരാമൻ അങ്ങേയറ്റത്തെ പവിത്രൻ, യുധിഷ്ഠിരൻ അങ്ങേയറ്റത്തെ തപസ്വി. ഇവരെല്ലാം ലോകത്തിൽ കഷ്ടപ്പെട്ടത് എന്തിനാ? ഒന്ന് പറയും നിങ്ങളുടെ കഷ്ടപ്പാടാ വലിയ ഇറ്റുകണ്ണി. ഒന്ന് ആലോചിച്ച് സംസാരിക്കുവപ്പാ. പറയുന്നതിൽ അർത്ഥം വേണം, പ്രസക്തി വേണം. ലോകത്തിൻ്റെ ഒരു വിശേഷപ്പെട്ട ഗതിയുണ്ട്. ആ ഗതിയിൽപ്പെട്ട് പലതും നടക്കാതെ ഇരിക്കും. വാഹനങ്ങൾ ഓടിച്ചു, നിങ്ങളുടെ വാഹനം നിങ്ങൾ മാത്രം നല്ലോണം ഓടിച്ചാൽ പോരാ, മറ്റുള്ളവരും ഓടിക്കണം. നിങ്ങൾ എത്ര സൂക്ഷിച്ചു പോയാലും ഒരാൾ വന്ന് കുത്തിക്കയറി ടപ്പ് നടിക്കുന്ന കേസസ് ഉണ്ടല്ലോ പലരും. ഇതപ്പോൾ ഇന്നലെയും കൂടി ടെലിഫോൺ വന്നു എനിക്ക് കോയമ്പത്തൂരിൽ നിന്ന്. ഞങ്ങളൊരു വലിയ റോഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് എടുത്തു, വേറൊരാൾ തിരിച്ചു വന്നിട്ട് ഒറ്റ അടിയടിച്ചു വലത്തെ റോഡിൽ. വല്ല ആവശ്യമുണ്ടോ? ഇനി വേണം ഞാൻ വരണു നിങ്ങളൊക്കെ മാറുകയെന്ന് പറയണം. നിങ്ങൾ ഓടിക്കുന്ന പോലെ അനവധി ആൾക്കാർ ഓടിക്കണം. എല്ലാവരും ഒരുപോലെ അച്ചടക്കത്തോടുകൂടി ഗൗരവത്തോടുകൂടി കാറ് ചക്രം ഇതെല്ലാം വേണ്ടതുപോലെ നടത്തണം. റോഡ് നന്നാക്കി വെക്കണം. എന്നാലും കൂടി അവശ്യം ഭാവി ഭാവാനാം പ്രതികാരോ ഭവേദ്യതി തഥാ ദുഃഖൈർനലിപ്യേരൻ നളരാമ യുധിഷ്ഠിരാ. ശ്രീരാമൻ കഷ്ടപ്പെട്ടത് എന്താ? ശ്രീകൃഷ്ണൻ അപവാദം കേട്ടത് എന്തിനാ? സത്രാജിത്ത് പോയി സമന്തകം മേടിച്ചുകൊണ്ട് വന്നു. അത് കണ്ടപ്പോൾ സത്രാജിത്തിൻ്റെ കയ്യിലിരിക്കുകയില്ല. എനിക്ക് തന്നാൽ ഞാൻ ഫലം തരാമെന്ന് പറഞ്ഞു. ആ പറഞ്ഞ വാക്ക് തന്നെ കൂട്ടിക്കെട്ടി പ്രസേനൻ പോയപ്പോൾ ശ്രീകൃഷ്ണൻ തട്ടിക്കൊണ്ടുപോയതാന്നൊരു അപവാദം. മഹാപാപം. കൃഷ്ണൻ അതും കേൾക്കേണ്ടി വന്നില്ലേ? അപ്പം നിങ്ങളൊരു അപവാദം കേൾക്കുമ്പോൾ എന്താ നിങ്ങൾക്ക് ഇത്ര വലിയ വിഷമം? എറുമ്പിനെ ഇറക്കാലി വെള്ളം സമുദ്രം. ഒരാൾ അപവാദം പറഞ്ഞു അത്രേ. എത്രയോ ആൾ ലോകത്തിൽ അപവാദം പറയുന്നു. അപവാദം പറയാനായിട്ട് ഷീട്ടുകളിക്കാരെ പോലെ ഒരു കൂട്ടരുണ്ട് അവിടെ. അവർക്ക് ഉണ്ട ചോറ് ദഹിക്കണമെങ്കിൽ എന്തെങ്കിലും കുറേ അപവാദം പറയണം. അപ്പം അപവാദത്തിനൊരു പാത്രമായതുകൊണ്ട് ഒരു തെറ്റുമില്ല. നിങ്ങൾ നല്ല പോലെ നടന്നാൽ മതി. നിങ്ങളുടെ മനസ്സിനെ വികസിപ്പിക്കുന്നപ്പാ, മനസ്സിനെ വികസിപ്പിക്കും. കുണ്ടിൽ കിടക്കണ കുഞ്ഞൻ തവളയ്ക്ക് കുന്നിൽ കയറി പറക്കാൻ മോഹം. എന്താ നിങ്ങൾ ഈ പറയണത്? ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഒരു മനസ്സുണ്ട്, ഒന്നും അറിയാതെ ഇങ്ങനെ മൂഢനായിട്ട് ഇങ്ങനെ പറയുക. എന്താ ഈ ശ്ലോകത്തിന് അർത്ഥം? ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭു ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തതേ. ഇവിടെ പ്രകൃതിയുടെ ഓരോ ഗുണവിശേഷങ്ങളാണ്. മനുഷ്യൻ മനുഷ്യനെ പോലെ പെരുമാറുന്നു, പുലി പുലിയെപ്പോലെ പെരുമാറുന്നു, പൂച്ച പൂച്ചയെപ്പോലെ പെരുമാറുന്നു, ആന ആനയെപ്പോലെ പെരുമാറുന്നു. ഇന്ന് കാലത്ത് മാതൃഭൂമി എടുത്ത് വായിച്ചപ്പോൾ രാമു എന്ന് പറഞ്ഞൊരു ആനയുടെ പടം ഇട്ട് ഒരു ചരിത്രം എഴുതിയുണ്ട്. അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി, അപ്പോൾ ഈ ആനകൾക്കുണ്ടോ ഇപ്പം ആർത്രൈറ്റിസ്? മഹാപാപം ആന. ആ ആന ചോദിക്കുക, എന്തിനാ എനിക്ക് ആർത്രൈറ്റിസ്? മഹാപാപികൾ മനുഷ്യർക്ക് മാത്രം കൊടുത്താൽ പോരെ, എനിക്കെന്തിനാ? ആ ആന എന്താ ചെയ്യണത്? പനയുടെ പട്ടയും തെങ്ങിൻ്റെ പട്ടയും മാത്രം തിന്നുകൊണ്ട് ഒരേ മാതിരിയുള്ള ഭക്ഷണ മോണോ ഫുഡാണത്. ആ പട്ട മാത്രം തിന്ന് ജീവിക്കുന്ന ഒരു ആനയ്ക്ക് ആർത്രൈറ്റിസ് വരേണ്ട ആവശ്യമുണ്ടോപ്പാ? ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. പക്ഷെ ആനയ്ക്ക് സംസാരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്ന് പറഞ്ഞേനെ സർവ്വ ആൾക്കാരോട്. എനിക്കെന്തിനാ ആർത്രൈറ്റിസ്? ഭഗവാൻ എന്താ അത്ര ദേഷ്യം എന്ന് ചോദിച്ചിട്ടുണ്ടാവും. അപ്പം നിങ്ങളൊക്കെ ഒരു ആത്മപരിശോധന ചെയ്യൂ. ആത്മപരിശോധന ചെയ്ത് കണ്ടെത്തൂ. ഈ ലോകത്തിൻ്റെ ഗതിയിൽ ആരോഗ്യമുണ്ടാകാം, അനാരോഗ്യമുണ്ടാകാം, വരാം പോകാം, അപവാദമുണ്ടാവും, സ്തുതിയുണ്ടാവും, നിന്ദയുണ്ടാവും, പലതും ഇവിടെ സംഭവിക്കും. ഇതിലൊന്നിലും ഈശ്വരന് പങ്കുണ്ട് എന്ന് വിചാരിക്കരുത്. ഒരിക്കലുമില്ല. കർത്തൃത്വം ഭോക്തൃത്വം രണ്ടുമില്ല. ഏകോ വിശുദ്ധബോധോഹം ഇതി നിശ്ചയവന്നിന പ്രജ്വാല്യാജ്ഞാനഗഹനം വീതശോകസുഖീ ഭവ. ഏകോ വിശുദ്ധബോധോഹം. മേളം കേട്ടിരുന്നാൽ മതിയോ? സംസാരം നിർത്തട്ടെ.
ഏകോ വിശുദ്ധബോധോഹം एको विशुद्धबोधोऽहम् ഇതി നിശ്ചയവന്ഹിനാ इति निश्चयबन्धिना പ്രജ്വാല്യാജ്ഞാനഗഹനം प्रज्वाल्याज्ञानगहनं വീതശോകസുഖീ ഭവ. वीतशोकसुखी भव. നോക്കൂ, ഒരൊറ്റ സംഗതിയാണ് പറയുന്നത് അദ്ദേഹം. ആത്മാ ആത്മാ ആത്മാ, അതാണ് അതാണ് താൻ, അതാണ് താൻ. ഏകോ വിശുദ്ധബോധോഹം ഇതി നിശ്ചയവന്ഹിന. ഇതിനു മുമ്പ് പറഞ്ഞു വിശ്വാസം എന്ന് പറയുന്ന അമൃതം കഴിക്കൂ കഴിക്കൂ എന്ന് പറഞ്ഞു. ഇപ്പം അദ്ദേഹം വേറൊരു തരത്തിലാണ് പറയുന്നത്. ഏകോ വിശുദ്ധബോധോഹം, ഞാൻ ദ്രഷ്ടാമാത്രമായിരിക്കുന്ന ഏകനാണ്. ദ്രഷ്ടാവായിരിക്കുന്ന എൻ്റെ സ്വരൂപം എന്താ? വിശുദ്ധബോധോഹം. ഒന്ന് പറയും, വിശുദ്ധബോധോഹം വിശുദ്ധബോധോഹം വിശുദ്ധബോധോഹം. വിശുദ്ധബോധോഹം. ബോധം എന്ന് പറഞ്ഞ ഒന്നുണ്ട് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കൂ കൂട്ടരെ. ഇവിടെ ഭൂമിയുണ്ട്, ഖരവസ്തു, ജലമുണ്ട്, ദ്രവവസ്തു, വായുവുണ്ട്, വാതവസ്തു, അത് കഴിഞ്ഞാൽ അഗ്നി, പല വിധത്തിലുള്ള എനർജി ഉണ്ട്, ആകാശമുണ്ട്. ഇതൊക്കെ ദ്രവ്യമാണ്, ഊർജമാണ്, ബോധമല്ല. നമ്മുടെ ശവമായിട്ടില്ല, നമ്മൾ ശവമല്ലാതെ ഉജ്ജീവിച്ചിരിക്കുന്ന ഒരു ശരീരമാണ്. ആ ശരീരത്തിനെ ഉജ്ജീവിപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആ ബോധാത്മകമായിരിക്കുന്ന വസ്തുവിശേഷമാണ്. നിങ്ങൾ പറയൂ, നിങ്ങൾ ശവശരീരമാണോ അതോ ശിവസ്വരൂപമായ ബോധമോ? ഇതമില്ലാതെ നിങ്ങൾ ശവമായ ദേഹമാണോ അതോ ശിവമായ ബോധമോ? പറയുന്നപ്പ. ഏകോ വിശുദ്ധബോധോഹം, വിശുദ്ധമായിരിക്കുന്ന ബോധമാണ്. ആ ബോധത്തിൽ ഒരു വിധത്തിലുള്ള മാലിന്യമോ കറയോ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. വെള്ളമാണെങ്കിൽ അതിൽ അഴുക്ക് വന്ന് ചേർന്നു എന്ന് വരാം. ഭൂമിയിലാണെങ്കിൽ നിറവ്യത്യാസങ്ങൾ വരെ വരാം. വായുവിൽ പലതരത്തിലുള്ള ഗന്ധങ്ങളും കൂടിച്ചേർന്നു എന്ന് വരാം. ബോധമായിരിക്കുന്ന എന്നിൽ, ശരീരത്തിൻ്റെ ഉള്ളിൽ ശരീരത്തെ ഉജ്ജീവിപ്പിച്ച് നിർത്തുന്ന ബോധാത്മകമായിരിക്കുന്ന ഉൾത്തലമുണ്ടല്ലോ, ആ ഉൾത്തലം എപ്പോഴും വിശുദ്ധമാണ്. ആ വിശുദ്ധമാണ് എന്നുള്ള തീരുമാനം, നിശ്ചയം, ഉറപ്പ്, ദാർഢ്യം, അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടല്ലോ, ആ നിൽപ്പുണ്ടല്ലോ, അതൊരു വന്ഹിന, ഒരു അഗ്നി പോലെ, കാട്ടുതീ പോലെ ജ്വലിക്കട്ടെ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ജ്വലിക്കട്ടെപ്പാ, ജ്വലിക്കട്ടെ. ഇത് നിശ്ചയവന്യന. ആ ഒരു നിശ്ചയം, നിങ്ങളുടെ ബുദ്ധിയിൽ ഉദിക്കുന്ന നിശ്ചയമുണ്ടല്ലോ, അത് വലിയ ഒരു അഗ്നി പോലെ ജ്വലിച്ച് പ്രജ്വാല്യ അജ്ഞാനഗഹനം, അതിങ്ങനെ കത്തി ജ്വലിക്കട്ടെ, ജ്വലിച്ചകട്ടെ. എന്നിട്ട് അജ്ഞാനം എന്ന് പറയുന്ന ആ വലിയ ഒരു പർവ്വതം, ഒരു വൻകാട്, അതിഗഹനമായിട്ടുള്ളത്, അതിനെ മുഴുവൻ ദഹിപ്പിച്ച് വീതശോകസുഖീ ഭവ. ശോകം വന്ന് തട്ടുന്ന മനസ്സ്, ആ മനസ്ഥലത്തിനൊക്കെ അപ്പുറത്ത് ചെന്ന് സുഖിയായിട്ട് കഴിയൂ എൻ്റെ ജനക. ഈ പ്രപഞ്ചത്തിൽ നമുക്ക് പ്രതികൂലമായ ഒരൊറ്റ എണ്ണയുള്ളൂ, അതാണ് ശോകം, ദുഃഖം. ഒരാൾ നിന്ദിച്ചാൽ വിഷമം, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും നടന്നാൽ വിഷമം. എന്ത് തന്നെ സംഭവിച്ചാലും നമുക്കോ മറ്റുള്ളവർക്കോ നമുക്ക് വേണ്ടപ്പെട്ടവർക്കോ നമുക്ക് പ്രതികൂലമായി എന്തുണ്ടായാലും അതിൻ്റെ പ്രതിഫലനമാണ് ശോകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോകത്തിലെല്ലാം കൂടി നമുക്ക് പ്രതികൂലം അല്ലെങ്കിൽ പ്രാതികൂല്യം എന്താ? ഒറ്റ ശോകം എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ. അതാണ് മനസ്സിനെ വന്ന് അലട്ടുന്നത്. അലട്ടും അല്ലലും മുഴുവനും ശോകം കൊണ്ടാണ്. ആ ശോകത്തിന് ബാഹ്യ കാരണങ്ങൾ എന്തുമാകാം, പക്ഷെ ഉണ്ടാവുന്നത് ശോകമാണ്. ആ ശോകം മനസ്സിലാണ്. എന്നാൽ ജനക, ഭവാൻ അങ്ങ് ആരാ? അങ്ങ് വാസ്തവത്തിൽ മനസ്സല്ല, വിശുദ്ധമായിരിക്കുന്ന ബോധമാണ്. ആ ബോധമാണ് എന്നുള്ള വിചാരം, അതിൻ്റെ അനുസ്മരണം, അതിൻ്റെ അനുധാവനം,
അതിനെ വീണ്ടും വീണ്ടും ആലോചിച്ച് ഉറപ്പിക്കുക. ആത്മവിചാരം, തത്വവിചാരം, ബ്രഹ്മവിചാരം പലതും ഇങ്ങനെ ചിന്തിച്ച് തച്ചിന്തനം, തത്കഥനം, തശ്രവണം, തദേവാരമണം, അതായിരിക്കണം നിങ്ങളുടെ പറച്ചിൽ, നിങ്ങളുടെ സ്മരണ, നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ വിഹാരം, നിങ്ങളുടെ വിനോദം എല്ലാം തന്നെ അതായിരിക്കണം. എന്നിട്ട് വീതശോകഃ സുഖീ ഭവ, ശോകത്തെ തരണം ചെയ്ത് വെള്ളത്തിൽ പൊന്തിക്കിടക്കുന്നത് പോലെ ഈ ശോകം എന്ന് പറയുന്ന അതിൽ പൊന്തിക്കിടന്ന് സ്വല്പം പോലും ബാധയില്ലാതെ ആയിത്തീരണം. രണ്ടക്ഷരം ദുഃഖം അല്ലെങ്കിൽ ശോകം, ശുചം, ഇത് മാത്രമേ നമുക്ക് പ്രപഞ്ചത്തിൽ തടസ്സമായിട്ടുള്ളൂ. നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു കറയുണ്ടെങ്കിൽ മനസ്സിന് തോന്നുന്ന ദുഃഖമാണ്. ആ ദുഃഖം മനസ്സിൽ മാത്രമേ ഉള്ളൂ. അത് വിശുദ്ധമായിരിക്കുന്ന ബോധം പുലർത്തി ആ ദുഃഖത്തിന് നമുക്ക് അതിശയിക്കാനും അതിജീവിക്കാനും സാധിക്കണം. ഇതുതന്നെയാണ് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നത്. യഥൈധാംസി സമിദ്ധോഗ്നിഃ ഭസ്മസാത് കുരുതേർജുന ജ്ഞാനാഗ്നിഃ സർവകർമാണി ഭസ്മസാത് കുരുതേ തഥാ. യഥൈധാംസി സമിദ്ധോഗ്നിഃ ഭസ്മസാത് കുരുതേർജുന. 4-ാം അധ്യായത്തിൽ 37-ാമത്തെ ശ്ലോകമാണത്. അഗ്നി ഉണ്ടല്ലോ, നമ്മൾ സാധാരണ യജ്ഞയാഗങ്ങളൊക്കെ നടത്തുമ്പോൾ ആയുഷ്യോമമാണെങ്കിലും എന്താണെങ്കിലും അഗ്നികുണ്ഡം ഉണ്ടാക്കി അതിനെ അഗ്നി ജ്വലിപ്പിക്കും. ആ അഗ്നിയിൽ നമ്മൾ പലതരത്തിലുള്ള സാധനങ്ങളും ഹോമിക്കാറുണ്ട്. നവധാന്യങ്ങൾ ഹോമിക്കും, അവിസ്, നെയ്യ്, പലതരത്തിലുള്ള ഇലകൾ, കുങ്കുമപ്പൂ വരെ നമുക്ക് ഹോമിക്കാം. അങ്ങനെ എന്ത് സാധനങ്ങൾ അതിൽ വലിച്ചെറിഞ്ഞാലും അഗ്നി ഇങ്ങനെ ജ്വലിക്കുകയാണെങ്കിൽ ആ ജ്വലനത്തിൽപ്പെട്ട ദഹിപ്പിച്ച് കളയാത്തത് ഒന്നും ഉണ്ടാവില്ല. അതുപോലെയാണ് ജ്ഞാനാഗ്നിഹി. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ജ്ഞാനാഗ്നിഹി. ഈ അറിവ് എന്ന് പറയുന്നത് ഒരു അഗ്നിയാണ്. കത്തിജ്വലിച്ച് പ്രചണ്ഡമാകാൻ സാധ്യതയുള്ള വിശേഷപ്പെട്ട ഒരു അഗ്നിയാണത്. സർവകർമാണി. നിങ്ങൾ എത്ര കർമ്മം ചെയ്യുന്നുണ്ടോ ആ ചെയ്ത കർമ്മം മുഴുവനും, ചെയ്യാൻ പോകുന്നത് മുഴുവനും ഒരുപോലെ ഭസ്മസാത് കുരുതേ തഥാ. എല്ലാറ്റിനെയും കത്തിജ്വലിച്ച് ദഹിപ്പിച്ച് ഭസ്മമാക്കി തീർക്കുന്നതാണ്. ഈ അഗ്നിയെ പറ്റി പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഹോമകുണ്ഡത്തിൽ പ്രത്യേകിച്ചും ജ്വലിപ്പിക്കുന്ന അഗ്നിക്ക് സാധാരണ അഗ്നി പോലെയല്ല. ഇപ്പോൾ നമ്മൾ ഗ്യാസ് കത്തിച്ചാൽ ബ്ലൂ ഫ്ലെയിം ഉണ്ട്, റെഡ് ഫ്ലെയിം ഉണ്ട്, കുറച്ച് ആംബർ ഫ്ലെയിമൊക്കെ അതിൽ കാണാം. ഹോമകുണ്ഡത്തിൽ പല വിധത്തിലുള്ള സാമഗ്രികൾ എടുത്ത് നമ്മൾ ഹോമിക്കുന്നു. ഓരോ പദാർത്ഥത്തിനും ഓരോ തരത്തിലുള്ള പുകയും നിറവുമാണ് ഉണ്ടാവുക. മുണ്ടകോപനിഷത്തിൽ അതിനെപ്പറ്റി പറയുകയാണ്. കാലീ കരാലീ ച മനോജവാച സുലോഹിത യാച സുഭൂമ്രവർണ സ്ഫുലിംഗിനി വിശ്വരുചീ ച ദേവി ലേലായമാന ഇതി സപ്തജിഹ്വാഃ. ഞാൻ വിചാരിക്കും ഇതൊക്കെ പറയണോ, നിങ്ങൾക്ക് കേൾക്കണോ? മുണ്ടകോപനിഷത്തിൽ പറയുകയാണ്, അഗ്നി എന്ന് പറഞ്ഞാൽ നമ്മളെ ക്ഷണിച്ചു വരുത്തി അവിടെ ഹോമകുണ്ഡത്തിലിരുത്തി നമ്മൾ കൊടുക്കുന്ന പദാർത്ഥങ്ങൾ മുഴുവൻ ജ്വലിപ്പിക്കുമ്പോൾ ആ അഗ്നിക്ക് 7 നാവുകൾ ഉണ്ടാവുന്നു. കാലീ കരാലീ ച മനോജവാച സുലോഹിത യാച സുധൂമ്രവർണ സ്ഫുലിംഗിനി വിശ്വരുചീ ച ദേവി ലേലായമാന ഇതി സപ്തജിഹ്വാഃ. അഗ്നിക്ക് 7 നാക്കുകളാണത്രേ. ആ 7 നാക്കുകൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹോമകുണ്ഡം ജ്വലിക്കുമ്പോൾ നിങ്ങൾ നോക്കിയാൽ ഈ നിറങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ കാണാം. ആദ്യം വളരെ കറുത്തിരണ്ടത്, കരാളമായിട്ടുള്ളത്, മനോജവ, പെട്ടെന്ന് കത്തിജ്വലിച്ച് ഭൂന്നങ്ങനെ വരുന്നത്. കർപ്പൂരമൊക്കെ കത്തുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? സുലോഹിത, നല്ല കടുത്ത ചുവപ്പ്. സുഭൂമ്രവർണ്ണ, ധാരാളം പുകയോട് കൂടി ചേർന്നത്. സ്ഫുലിംഗിനി, സിൻറ്റിലേറ്റിംഗ്, അങ്ങനെ മിന്നിത്തിളങ്ങുന്നത്. വിശ്വരുചി, ഹോമകുണ്ഡം മുഴുവനും നിറഞ്ഞ് ലോകത്തിന് മുഴുവൻ ഗ്രസിക്കുമെന്ന് തോന്നുമാറുള്ള അഗ്നി. കാട്ടുതീയൊക്കെ പിടിച്ചാൽ അതിൻ്റെ സ്ഥിതി എന്താ ഒന്ന് ആലോചിച്ച് നോക്കൂ.
ലോലായമാന ഇതി സപ്തജിഹ്വാ. ഇങ്ങനെ ലോലമായിരിക്കുന്ന 7 നാക്കുകളാണ്. എന്തിനാ ഞാനിത് പറഞ്ഞത്? ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ തഥാ. ഇന്നലെ പറഞ്ഞു വിശ്വാസാമൃതം പീത്വാ. ഇന്നിപ്പോൾ വിശ്വാസമൊന്നുമല്ല, ഞാൻ വിശുദ്ധബോധരൂപനാണ് എന്നുള്ള വിചാരം നിങ്ങളുടെ ഉള്ളിൽ കത്തിജ്വലിച്ച് മേൽപോട്ടുയരുന്ന ഒരു അഗ്നിനാളം ജ്വാലയായി തീരണം എന്ന് പറഞ്ഞാൽ എന്തായി? ഈ അധ്യാത്മ വിചാരം, അധ്യാത്മനിഷ്ഠ നിങ്ങൾക്ക് ഉള്ളിടത്തോളം കാലം നിങ്ങൾ പ്രകാശമാനമായി ജാജ്വല്യമായിരിക്കുന്ന ഒരു അഗ്നിയാണ് എന്നുള്ളൊരു നിലയാണ്. സാധാരണ തപസ്സുകൾ കുടീരങ്ങളിലെല്ലാം ചെന്ന് താമസിച്ച് ശാന്തസുന്ദരമായ ഒരു ജീവിതം നയിച്ച് കണ്ണടച്ച് അങ്ങനെ ധ്യാനിച്ച് കഴിഞ്ഞുകൂടുന്ന പ്രശാന്ത ജീവിതക്കാരാണ് അവർ. എന്നാൽ ഈ ഉള്ളിലുള്ള ജ്ഞാനാഗ്നി ഉണ്ടല്ലോ, അതങ്ങനെ എപ്പോഴും പ്രശാന്തമാണെന്ന് വിചാരിക്കരുത്. അതിനെ എന്തിനു വേണമെങ്കിൽ ദഹിപ്പിക്കാനുള്ള ശക്തി അതിന് ഉണ്ടാകത്തക്ക വിധത്തിൽ അത്യുജ്വലമാണത്. ആ ഉജ്ജ്വലമായ അഗ്നി ഇന്ന് നിങ്ങളിൽ എല്ലാവരിലും അങ്ങോട്ട് ജ്വലിച്ചു വശാവട്ടെ. സർവ്വ ആൾക്കാർക്കും വലിയ ഒരു ബലം കിട്ടിയതുപോലെ തോന്നണം. ഞാൻ നിസ്സാരനല്ല, ഞാൻ ഊച്ചാളിയല്ല, ഞാൻ ദുർബലനല്ല. എൻ്റെ ഉള്ളിൽ എനിക്ക് ബുദ്ധിയുണ്ട്, ആലോചിക്കാനുള്ള ശക്തിയുണ്ട്. പരമാത്മതത്വം ഈ ലോകത്തെ മുഴുവൻ ഗ്രസിച്ചു നിൽക്കുന്ന വിശേഷപ്പെട്ട ഒരു പ്രകാശ സാന്ദ്രതയാണ് അതിനുള്ളത്. പ്രഭാപൂരമാണത്. എന്നിൽ ഒരു സാധനം ഏശില്ല. എന്ത് കർമ്മം ചെയ്താലും എന്ത് കർമ്മഫലം വന്നാലും എല്ലാറ്റിനെയും ദഹിപ്പിച്ച് ഭസ്മമാക്കത്തക്ക വിധത്തിലുള്ള ഒരു ജാജ്വല്യത എനിക്കുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി വേണം നിങ്ങളെല്ലാവരും ഇന്ന് പോവാൻ. ഇന്നലെ കഴിച്ചത് വിശ്വാസാമൃതമാണെങ്കിൽ ഇന്ന് കത്തിജ്വലിച്ച് മേൽപോട്ടുയരുന്ന അഗ്നി സമം വേണം നിങ്ങളെല്ലാവരും പോവാൻ. ഈ അഗ്നി ദഹിപ്പിക്കുന്നതാണെന്ന് വിചാരിക്കരുത്. കർമ്മങ്ങളെയും കർമ്മഫലങ്ങളെയും എല്ലാറ്റിനെയും ഭസ്മ ആക്കി തീർക്കുന്നതാണിത്. നാളെ പറയാൻ പോകുന്ന ശ്ലോകം ഈ പ്രപഞ്ചം മുഴുവനും പ്രതിഭാസിക്കുന്നത് നിങ്ങളിലാണ്. നിങ്ങളുടെ ശരീരം ഒരു പക്ഷേ ഭൂമിയിലായിരിക്കാം. പക്ഷേ ഈ ഭൂമി ഉണ്ടെന്നും ലോകമുണ്ടെന്നും തോന്നി ഈ മുഴുവനും പ്രകാശിപ്പിച്ചു തരുന്നത് നിങ്ങളുടെ ഉൾസത്തയാണ്. ആ ഉൾസത്തയിലാണ് പ്രപഞ്ചത്തിൻ്റെ നിൽപ്പ് എന്ന് പറയുന്ന എത്ര വിശ്വമിതം ഭാതി കൽപ്പിതം രജ്ജുസർപ്പവത് ആനന്ദ പരമാനന്ദ സബോധസ്ത്വം സുഖം ചര. ഈ അറിവോടുകൂടി സുഖമായി നടക്കൂ. അപ്പം അധ്യാത്മത്തിൻ്റെ ഉദ്ദേശം എന്താ? ശോകമില്ലാതെ ആയിത്തീരും. നിങ്ങളെല്ലാവരും ഗീതശോകന്മാരായിത്തീരണം. എല്ലാവരും ഗീതശോകന്മാരായി സന്തോഷമായി ഉല്ലാസത്തോടുകൂടി ആ അന്തഃപ്രഭയുണ്ടല്ലോ, ആ ഉള്ളിലത്തെ പ്രഭാപൂരം ആസ്വദിച്ചുകൊണ്ട് വേണം ഇവിടുന്ന് എണീക്കാൻ. ക്ഷമയോടുകൂടിയിരിക്കും. ഇന്ന് പറയാനുള്ള ചില കാര്യങ്ങൾ കേൾക്കാം. എനിക്കും ചില കാര്യങ്ങൾ പ്രധാനമായിട്ട് പറയാനുണ്ട്. നമ്മുടെ സദസ്യരെല്ലാവരും കേൾക്കേണ്ടതാണത്. അത് കഴിഞ്ഞ് ഓംകാരം ജപിച്ചിട്ട് എല്ലാവർക്കും പോവാം. എല്ലാ ദിവസവും നമ്മളിവിടെ സംസാരിക്കുന്നത് ഇന്ന് വലിയ സംസാരം, പൊടിച്ചിട്ടുള്ള വാദ്യാവള്. നിങ്ങളൊക്കെ കേട്ടുവോ എനിക്കറിയില്ല. എല്ലാവർക്കും കേൾക്കാൻ പറ്റിയോ? പിന്നിലുള്ളവരും കേട്ടവരൊക്കെ ഒന്ന് കൈ പൊന്തിക്കേ. ഓക്കെ, വെരി ഗുഡ്. ശാന്തസ്വഭാവമജരാത്മകമേക സത്യം സംവിത്പരം നിരുപമം കലനാവിഹീനം അന്തർബഹിശ്ച ബഹുധാ വ്യവഹാര്യമാനം തദ്ദൈവമേവ മമ സർവമഹം തദേവ പ്രബുദ്ധം വിമുക്തം വികാരാദിഹീനം പ്രസന്നം സദാ നിത്യബോധസ്വരൂപം പരം നിശ്ചലം നിർഗുണം സർവരൂപം ഭജേഹം സദാനുസ്മരാമി പ്രണൗമി. ഹരി എല്ലാവരും ഓ